യെശയ്യാവ് 61:8 യഹോവയെ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ എൻ്റെ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ വചനം ഇന്ന് ഇവിടെ സംസാരിക്കുവാൻ അടിയന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ രക്തത്താൽ കൈ ശുദ്ധീകരിക്കണം, കൃപയാൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്ന ഭർസിച്ച് മാറ്റുന്നു. ഏത് ആത്മാവിനാണ് എഴുതപ്പെട്ടത് അതേ ആത്മാവിന് സംസാരിക്കുവാൻ അടിയന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുബലത്താൽ നിറയ്ക്കണം ദൈവമേ. എന്ന് ഓരോ മക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആവശ്യമായ മന്ന ഇന്ന് വിളമ്പുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവഴി വാതിൽ തുറക്കണം, മഹത്വം അങ്ങെടുക്കണം, അധ്യക്ഷനായിരിക്കണം. ശബ്ദം വിളിച്ച് എല്ലാം അങ്ങ് നിയന്ത്രി. ഈ ശബ്ദം കേൾക്കുന്ന ചാനലിലൂടെയും മീഡിയ ടുഡേയിലൂടെയും മന്ന ടി വിയിലൂടെയും യൂട്യൂബ് ചാനലുകൾ സകലവർക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ, ഇന്ന് ഓരോരുത്തരും ഇടപെടുവാൻ, ഇതിനകത്തായിരിക്കുന്ന മക്കൾ, കേൾക്കുന്ന ദൈവമക്കൾ ഇന്ന് സകലരുടെ മേൽ അത്ഭുതം ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ എന്ന്. ആരും ദൈവമേ അസ്വസ്ഥപ്പെടാതെ വണ്ണം ഏത് ഭാരത്തിലിരിക്കുന്നോ ആ വിഷയത്തിൻ്റെ മേൽ മറുപടിയായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്ന കർത്താവേ, ഞാനോ ചെറുതായിട്ട് അങ്ങോ വളരട്ടെ, എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. യേശു ക്രിസ്തു നാമത്തന്നെ, ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ വായിച്ചത് യെശയ്യാവ് 61:8 യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്തു. ദൈവം ന്യായത്തെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അന്യായത്തെ കവർച്ച എടുത്ത് കളയും. അപ്പോൾ നമ്മുടെ ദൂതുമായി കടന്നു വരുമ്പോൾ അതിൻ്റെ 11 ഈ വർഷത്തെ വാക്തത്വ വചനം. ഭൂമി തൈകളെ മുളപ്പിക്കുന്ന പോലെയും തോട്ടത്തിനകത്ത് അതിനെ വിത്തിനെ കിളിപ്പിക്കുന്ന പോലെ യഹോവയെ കർത്താവ് സകല ജാതികളാണെങ്കിൽ നീതിയും സ്തുതിയും മുളപ്പിക്കും. ഈ വർഷം ദൈവം നീതി മുളപ്പിക്കും. ഹല്ലേലൂയ. നീതി വളരുന്നതനുസരിച്ച് അനീതി തകർന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതി ഉയരുന്നതനുസരിച്ച് പിശാച് കൊണ്ടിട്ട കള, അനീതി പിശാച് വിതയ്ക്കുന്നതാണ്. പിശാച് എപ്പോഴും വിതച്ചുകൊണ്ടിരിക്കുന്നത് അനീതിയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ദൈവത്തിന് ഹിതമില്ലാത്തത് അത് ദൈവം കരിക്കും. നമ്മൾ കരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ന്യായത്തെ ഇഷ്ടപ്പെടും, അന്യായത്തെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. ദൈവം ന്യായത്തെ മാത്രമേ ഇഷ്ടപ്പെടൂ. നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ന്യായമായ വിഷയം ദൈവം നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ന്യായമായൊരു വിടുതൽ വേണം. കഴിഞ്ഞ നിമിഷം പോലെ സാക്ഷി പറഞ്ഞു, പുള്ളിക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. എവിടെ സാധാരണ കാണുന്ന സ്ഥലത്തൊന്നുമല്ല, സ്വകാര്യ സ്ഥലത്താണ് വേദനയും നീരും വേദനയും പ്രയാസം. ഇത് ആരോട് പറയും? ആർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും? പക്ഷെ ദൈവം കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് ഭാരപ്പെടുമ്പോൾ ഇന്ന് അനുഭവത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. കർത്താവേ എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ മറുപടി തരുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ന്യായമായ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവത്തോട്, കർത്താവായ യേശുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ന്യായത്തിൻ്റെ മേൽ മറുപടി തരുന്ന ദൈവമാണ്. മറുപടി തരാതെ പോകത്തില്ല. ഏത് വിഷയമാണ് ഇപ്പോൾ കടന്നു വരുന്നത് ആ വിഷയത്തിലാണ്. ഇപ്പോൾ നമുക്കെന്താണ്, ഭയങ്കര ചൂടുള്ള സമയമാണ്. പലയിടത്തും വെള്ളം ഇല്ലാതെ നഷ്ടപ്പെടുന്നുണ്ട്. ഉള്ള വെള്ളത്തിന് വറ്റിപ്പോകുന്നുണ്ട്. വെള്ളം കുറയുന്നതനുസരിച്ച് ഇനി തീർന്ന ശേഷം വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയോ? 10 കുടം വെള്ളമുണ്ട്, ഇനി അത് 10 കുടം വെള്ളം ഉണ്ടല്ലോ, കുഴപ്പമല്ല, തീർന്ന ശേഷം പ്രാർത്ഥിക്കാം. ഇല്ല, തീരുന്നുമ്പേ പ്രാർത്ഥിക്കണം. പ്രശ്നം വന്നിട്ടല്ല, വരുന്നുമ്പേ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എവിടെയും പ്രശ്നത്തിൻ്റെ മധ്യേ ന്യായം. ഇവിടെ നോക്കിയാണ് നമുക്ക് ന്യായത്തെക്കുറിച്ചാണ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു. എവിടെ? മിസ്രൈമിൽ എന്ത് കയറി? 10 ബാധ അയച്ചു. അതിലൊരു ബാധയായിരുന്നു തവള. ദൈവജനത്തെ വിട്ടില്ല എങ്കിൽ ദൈവ ന്യായത്തിൻ്റെ മേൽ വിധിക്കുവാൻ ചില മാനസാന്തരങ്ങൾ അയക്കാറുണ്ട്.
തവള അയച്ചും പേനയച്ചും അങ്ങനെ പരുക്കളും അങ്ങനെ പല പ്രശ്നങ്ങൾ പല രീതിയിൽ 10 ബാധകളെ അവിടെ അയച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി, എവിടെ ദൈവജനം നിലവിളിക്കുന്നുണ്ടോ, എവിടെ ദൈവജനം കരയുന്നുണ്ടോ, എവിടെ നമ്മൾ ഭാരപ്പെടുന്നുണ്ടോ, അവിടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിട വരും. പുറപ്പാട് 15-22 മുതൽ 26 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് 15 അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാവുന്നതാണ്. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്നും പ്രയാണം യാത്ര ചെയ്യിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. എന്നാൽ ചെങ്കടൽ കഴിഞ്ഞിട്ട് ദൈവം അവരെ യാത്ര ചെയ്യിച്ചത് മരുഭൂമിയിലൂടെയാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഷൂർ മരുഭൂമിയിലൂടെയാണ് 3 ദിവസത്തെ യാത്ര. ആ യാത്ര സമയത്ത് അവർക്കെന്ത് വെള്ളം കിട്ടാതെ അവർ സഞ്ചരിച്ചു. മരുഭൂമിയിൽ ഒരു പ്രതീക്ഷയുമില്ല, വെള്ളത്തിന് പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലമാണ് മരുഭൂമി. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ കർത്താവേ ഞങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് മരുഭൂമിയിലോട്ട് നീ കൊണ്ടുപോയത്? വെള്ളമുള്ള സ്ഥലം വേറെ സ്ഥലങ്ങളില്ലേ? എത്രയോ സ്ഥലങ്ങളുണ്ട്. ആ വെള്ളമുള്ള സ്ഥലത്തൂടെ ഞങ്ങൾ നടത്തിച്ചൂടെ? ഇല്ല. ദൈവത്തിന് നിന്നെ നടത്തുവാൻ, മരുഭൂമിയുടെ നടത്തുവാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. പ്രൈസ് ദി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് എന്ത് കൊടുക്കണം? തണുപ്പ് കൊടുക്കണം. തണുപ്പ് സമയത്ത് എന്ത് കഴിക്കണം? ചൂട് കൊടുക്കണം. ഇപ്പോൾ മരുഭൂമി സമയത്ത് വെള്ളമില്ലാതിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം എവിടെ നടക്കുന്നുണ്ട്? ഇപ്പോഴേ മരുഭൂമിയിലാണ്. ഇന്ന് ഞാൻ പറയട്ടെ, നീയും ഞാനും മരുഭൂമിയിലാണ്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ മരുഭൂമിയിൽ കൂടെ ദൈവം നടത്തുന്നുണ്ടെങ്കിൽ, നിന്നെ വിളിച്ചിറക്കിയ മരുഭൂമിയിലൂടെ നടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വെറുതെ പറയത്തില്ല. നിനക്ക് ചില അത്ഭുതങ്ങൾ ചെയ്യുവാനാ. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. ഇസ്രായേൽ ജനത്തിനെ വിളിച്ച് വേദനിച്ചിട്ട് വെള്ളമുള്ളിടത്തൂടെ അല്ല നടത്തേണ്ടത്, വെള്ളമില്ലാത്ത സ്ഥലത്തൂടെ നടത്തുവാനാ ദൈവത്തിന് പദ്ധതി. ഇന്ന് നീ മരുഭൂമിയുടെ യാത്രയാണ്. നിന്റെ ജീവിതം ഒരു മരുഭൂമിയാണെങ്കിൽ പറ, അവിടെ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഒരു കഷ്ടത നടുവിലുമാണെങ്കിൽ പറ, അവിടെ ഒരു യേശു നിനക്കുണ്ട്. ആമേ, ഹല്ലേലൂയ. ഇതാ വെള്ളം കിട്ടാതെ അവർ 3 ദിവസം അവർക്ക് വെള്ളം കൊടുത്തില്ല ദൈവം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ ദൈവം ഇത്രയ്ക്ക് ക്രൂരനാണോ? നമ്മൾ ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ എന്ന് പറയും. ആഹാ, ദൈവത്തെ അറിഞ്ഞു, ഇവിടെ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ അനുസരിച്ചു, ചെങ്കടലിലൂടെ ഇറങ്ങി, വലിയ വെള്ളം കണ്ടിട്ടാണ് ഇറങ്ങിയത്. ഇപ്പം വെള്ളത്തെ ഇല്ലാത്ത നടുവിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ഹല്ലേലൂയ. വെള്ളമില്ലാതെ 3 ദിവസത്തിൻ്റെ മേൽ നടത്തിയ ദൈവം, ആമേ, ഹല്ലേലൂയ. ആ വെള്ളത്തിൻ്റെ വെള്ളം കിട്ടാതെ, ആ വെള്ളം കിട്ടാതെ എവിടെ കൊണ്ടുവന്നു? 23-ാമത്തെ വാക്യത്തിൽ മാറയിലെത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിച്ചോ 23-ാം വാക്യം. മാറയെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. മാറയിലെത്തി, അവർ സഞ്ചരിച്ചു. മാറയിലെത്തിയപ്പോൾ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറയെന്ന് പേരിട്ടു. അവർ സഞ്ചരിച്ച് മരുഭൂമിയിലൂടെ നടന്ന് അവർ വന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മാറയുടെ അടുത്താണ്. ഈ മാറയുടെ അടുത്ത് വന്നപ്പോൾ അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പായിരുന്നു. കയ്പുള്ള അടുത്താണ് ദൈവം എത്തിച്ചത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ? വെള്ളം കണ്ടു, പക്ഷേ വെള്ളം കയ്പാണ്. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. വെള്ളം കണ്ടപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, ഓ, ഇപ്പോൾ നമുക്ക് കുടിക്കാം, ആവശ്യം പോലെ കുടിക്കാം. ഒരു കയ്പിൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ, നിന്നെ കയ്പായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിത തുടക്കം കയ്പാണെങ്കിൽ അത് ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ദൈവത്തിന് ആദ്യമേ കയ്പല്ലാതെ നിങ്ങൾക്ക് നല്ല വെള്ളം, ശുദ്ധമായ നല്ല വെള്ളം തന്നൂടെ? മധുരമുള്ള വെള്ളം തന്നൂടെ? ഇല്ല. നീ അറിയണം. ദൈവത്തെ അറിയുമ്പോൾ, ദൈവം നടത്തുന്ന വിധങ്ങളെ കുറിച്ച് നീ അറിയണം. മറക്കരുത്. ദൈവം ഒന്നുമില്ലായ്മയെന്നും
നടത്തുമ്പോ, ദൈവം നിന്നെ അത്ഭുതത്തിലൂടെ നടത്തുമ്പോ, അനുഗ്രഹം കണ്ട് മാറുമ്പോ ഇതൊന്നും മറക്കാതിരിക്കുവാനാ മാറയിലൂടെ നിന്നെ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കയ്പിലൂടെ നടത്തുമ്പോ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത് കുഞ്ഞെ, മറക്കരുത്. നമ്മൾ മറക്കരുത്. ദൈവത്തിന്റെ സന്നിധിയില് ദൈവം മറക്കാതെ അതാ നിന്നെ കയ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കയ്പുള്ളായിരുന്നു. വെള്ളം കയ്പായത് കഴിഞ്ഞാൽ ആർക്കും കുടിക്കാൻ പറ്റൂല. അതുകൊണ്ട് കയ്പായതുകൊണ്ട് അതിന് പേര് വന്നു മാറ എന്ന് പേരിട്ടു. ഇതുപോലെ ഒരാൾ പറഞ്ഞു, റൂത്തിന്റെ പുസ്തകത്തിൽ നവോമി പറഞ്ഞു, ഞാൻ സകലതും നഷ്ടപ്പെട്ടു വന്നു, തിരിച്ച് ബെത്ലേഹേമിൽ വന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, മാറ എന്ന് വിളിക്കുവാൻ. കാര്യം എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് ഞാൻ കയ്പുള്ളതായി. എല്ലാവർക്കും ഇപ്പൊ എന്താണ്? കയ്പുള്ളതാണ്. കയ്പുള്ളവർ അനുഗ്രഹമില്ലാത്തവരെ വിളിക്കും മാറ എന്ന് വിളിക്കും. ഇന്ന് ആരെങ്കിലും നിങ്ങളെ നോക്കി വിളിക്കുന്നുണ്ടോ? മാറേ, എവിടെ പോകുന്നു? അനുഗ്രഹമില്ലാത്തവരെ നോക്കി വിളിക്കും. ഹല്ലേലൂയ. അങ്ങനെ വിളിക്കാടം കൊടുക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ വിളിക്കുവാടം കൊടുക്കരുത്. കാരണം അങ്ങനെ വന്നാലും വിളിച്ചാലും അതിൻ്റെ മേൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ആമേ, ഹല്ലേലൂയ. അപ്പോൾ 24-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. തുടങ്ങിയല്ലോ പരിപാടി. ഹല്ലേലൂയ. അപ്പോൾ ഈ വെള്ളം കണ്ടപ്പോൾ നല്ലൊരാശ്വാസം. ഇപ്പൊ കുടിക്കാം. വായിൽ വെച്ചപ്പോഴാണ് ചിലരുടെ ജീവിതങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയാണ് അല്ലേ? മധുരിച്ചിട്ട് ഹല്ലേലൂയ ഇറക്കാനുമല്ല, കഴിച്ചിട്ട് തുപ്പാനും വയ്യ. അപ്പോൾ ജനം എല്ലാവരും ആർക്കെതിരായിട്ട് തിരിഞ്ഞു? മോശയ്ക്കായിട്ട് തിരിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലർ നിനക്കെതിരായിട്ട് തിരിയുന്നുണ്ട്. നിന്റെ കൂടെ നിൽക്കുന്നവര്, ആത്മീയമായൊരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നുണ്ട്, നിന്റെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ നിനക്കെതിരായിട്ട് തിരിയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂതെന്ന് ദൈവസഭയോട് ഞാൻ കൈമാറുന്നുണ്ട്. നിന്റെ കൂടെ നിൽക്കുന്നവർ ചിലർ മോശേ നിനക്കെതിരായിട്ട് തിരിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയുടെ കൂടെ ഈ 40 ലക്ഷം ജനങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് ആദ്യത്തെ അത്ഭുതം എവിടെ കണ്ടു? ചെങ്കടൽ കണ്ടു. ചെങ്കടൽ ഇറങ്ങി കണ്ടപ്പോ ദൈവത്തിന് മഹത്വം കൊടുത്തു. പക്ഷേ ഇന്ന് വിളിച്ചിറക്കി വന്ന ദൈവത്തിന് മേൽ നടത്തുന്ന ദൈവം ആരിലൂടെ നടത്തുന്നത്? മോശയിലൂടെ നടത്തുന്നത്. എന്നാൽ അനുഗ്രഹം കണ്ടിട്ട് അല്പം ഇത്തിരി വേദനയും പ്രയാസം നടുവില് മരുഭൂമിയുടെ അവസ്ഥ വന്നപ്പോൾ എന്തു വന്നു? ദാഹം വന്നു. ദാഹിച്ചാൽ എന്ത് കുടിക്കണം? ദാഹിച്ചാൽ കഴിഞ്ഞാൽ വെള്ളം തന്നെ കുടിക്കണം. ദാഹിച്ചു കഴിഞ്ഞാൽ വേറെ എന്ത് കഴിച്ചാലും ദാഹം തീരത്തില്ല. ദാഹത്തിന് വെള്ളം തന്നെ കുടിക്കണം. വെള്ളം കുടിക്കുവാൻ ചെന്ന് നോക്കിയപ്പോ അത് ഒരു രക്ഷയില്ല. വെള്ളം കയ്പാണ്. കയ്പ് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. കയ്പ് ആരും ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും മധുരമാണ്. ചിലടത്തൊക്കെ ജ്യൂസ് കുടിക്കാൻ പറയും മാക്സിമം ഇട്ടോ പഞ്ചസാര. ഹല്ലേലൂയ. ആ മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് എടുത്ത് അടിക്കുന്നുണ്ടെങ്കിൽ പറയും കുറച്ചുകൂടെ പഞ്ചസാര ഇട്, കുറച്ചുകൂടെ ഇടെന്ന് പറയും. പക്ഷെ ചില വ്യക്തികളുണ്ട് പാവയ്ക്ക വാങ്ങിച്ച് കുടിക്കും. അവർക്ക് കയ്പാണ് ഇഷ്ടം. കാര്യം എന്താ പറയുമോ? അത് അകത്ത് ചില ഭയങ്കര മധുരമായി തീരുന്നുണ്ട്. കയ്പായ ചില ജ്യൂസുകൾ കുടിക്കുമ്പോൾ, ചില കയ്പിന്റെ അനുഭവങ്ങൾ കുടിച്ചോ പറയണം, അത് എൻ്റെ ജീവിതത്തിൽ മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങൾ കയ്പെന്തെങ്കിലും കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറ, അത് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല, നമുക്ക് ലാഭമാണ്. എന്നാൽ കയ്പിന്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ പിറുപിറുത്തു. 25-ാമത്തെ വാക്യത്തിൽ അവൻ യഹോവ ഈ പിറുപിറുത്തപ്പോൾ മോശയ്ക്കെതിരായിട്ടാണ് പിറുപിറുത്തത്. അപ്പോൾ മോശ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ എല്ലാവരുടെ പിറുപിറുത്തു കഴിഞ്ഞാൽ മോശയ്ക്ക് സഹിക്കുമോ? ഇല്ല. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായതാൽ ഒരു വൃക്ഷം. മാറേരടുത്ത് എന്തുണ്ട്? ഒരു വൃക്ഷവുമുണ്ട്. ഈ വർഷം എന്തുണ്ട്? ഒരു വൃക്ഷമുണ്ട്. ഭൂമിയിൽ എന്തുണ്ട്? ഒരു തൈയുമുണ്ട്. 2025 നിന്റെ കയ്പിന്റെ അടുത്ത് ദൈവം ഒരു മരത്തെ നട്ടുവച്ചിട്ടുണ്ട്.
ഒരു കയ്പുണ്ടെങ്കിൽ ഒരു മധുരമുണ്ട് കുഞ്ഞെ. ജീവിത കയ്പാണെങ്കിൽ നിങ്ങളുടെ ഇതുവരെ ജീവിത കയ്പാണെങ്കിൽ ആമേ ഹല്ലേലൂയ ഇന്ന് പറയാം, ഇന്ന് എൻ്റെ ജീവിതം മധുരമാണ്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന 6 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളല്ലായിരുന്ന പല സമയത്തറിയും ഭയങ്കര കയ്പായിരുന്നു. ഇന്ന് ചോദിച്ച അവർ രണ്ടുപേരും പറയും, ഞങ്ങളുടെ ജീവിതം മധുരമാക്കി തന്നൊരു ദൈവമുണ്ട്. ഞങ്ങളുടെ ജീവിതം മധുരമാക്കി 6 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളില്ലായിരുന്ന സമയത്ത് പറയും കയ്പാണ്. പക്ഷെ കയ്പ് അങ്ങോട്ട് മാറി. വചനം കേൾക്കുന്ന ദൈവ പൈതലേ, എന്റെ ദൈവത്തിന് പറ്റും. കയ്പാണെങ്കിൽ നീ ഭാരപ്പെടണ്ട. ദൈവം നിന്റെ തൊട്ടടുത്ത് ഒരു വൃക്ഷത്തെ നട്ടിട്ടുണ്ട്. തൊട്ടടുത്തൊരു വൃക്ഷം നട്ടിട്ടുണ്ട്. ആ വൃക്ഷം അറിയാം തന്റെ ജനം വരുമെന്നും നീ വരും മുമ്പേ ആമേ ദൈവം എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില അനുഭവത്തിലൂടെ നമ്മൾ പോകേണ്ടി വരും. ചില വേദനയുടെ നടുവിൽ പോകേണ്ടി വരും. ചില കഷ്ടതയുടെ നടുവിലൂടെ നമ്മൾ പോകേണ്ടി വരും. കാരണം എന്ന് പറയുമ്പോ നീ ഇവിടെ വരുമെന്നും ആമേ ശൂർ മരുഭൂമിയിൽ വരുമെന്നും മോശയ്ക്കെതിരായിട്ട് പിറുപിറുക്കുമെന്നും മോശ അപേക്ഷിക്കുന്ന സമയത്ത് മോശയോട് പറയും, ഞാനൊരു വൃക്ഷം നേരത്തെ നട്ട് മുളപ്പിച്ചു, അത് വലിയ വൃക്ഷമായി നിൽപ്പുണ്ട്. ഇപ്പൊ തൈയായിട്ടല്ല നിൽക്കുന്നത്, വൃക്ഷമായിട്ടാണ് നിൽക്കുന്നത്. അതാ ഭൂമിയിൽ തൈ മുളപ്പിക്കുന്ന പോലെയോ തോട്ടത്തിൽ വിത്ത് വിതച്ചതുപോലെയോ യഹോവയായ കർത്താവ് സകല ജാതിയിൽ കാണുകയും ദൈവം നീതി സ്തുതി മുളപ്പിക്കും. 40 ലക്ഷം ജനം കാണത്തക്ക വണ്ണം എന്റെ ദൈവം എന്താ പറഞ്ഞത്? സകലവര് കാണക്കെ ദൈവത്തിന്റെ നീതിയും സ്തുതിയും മുളപ്പിക്കും. അപ്പൊ ഈ വർഷം എന്ത് ചെയ്യും? ദൈവം മുളപ്പിക്കണം. ഒരു വൃക്ഷമായി ആമേ ഹല്ലേലൂയ. നമുക്കറിയത്തില്ല ഒരു വൃക്ഷം നിൽക്കുമെന്ന്. കയ്പിന്റെ അടുത്താണെങ്കിൽ ഒരു മധുരമാക്കി തരുവാൻ ഒരു വൃക്ഷത്തെ നട്ടിട്ടുണ്ട്. അതിന് ചില ചില്ലകൾ വെട്ടി ഈ കയ്പുള്ള ഭാഗത്ത്, ഈ കയ്പുള്ള വെള്ളത്തിലേക്ക് ഇതിനൊരു കൊമ്പ് മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ഒരു പ്രക്രിയ നടക്കും. ഏത് പ്രക്രിയ? വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ ഈ കയ്പിന്റെ ഭാഗത്ത് ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കും. ചില്ലിട്ടപ്പോ ചില്ലിനകത്ത് കൊമ്പിന്റെ ചില്ലിലൂടെ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഇന്ന് ദൈവ കരങ്ങൾ കൊടുക്കുമെങ്കിൽ, നിന്റെ ജീവിതത്തെ ദൈവ കരങ്ങൾ കൊടുക്കുമെങ്കിൽ വചനത്താൽ ശുദ്ധീകരിക്കും. കയ്പായ ജീവിതങ്ങളെ, പരാജയ ജീവിതങ്ങളെ, ഹല്ലേലൂയ, കയ്പിന്റെ അനുഭവത്തിൽ കടന്നു പോകുന്നവരെ നിന്നെ മധുരമാക്കുവാൻ വചനത്തിന് കഴിയും. വചനം എന്ന കൊമ്പിനെ ഹല്ലേലൂയ ദൈവം അവിടെ വെട്ടിയിട്ടപ്പോ, കൊമ്പിന്റെ ചില്ല വെട്ടിയിട്ടപ്പോ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുവാനിട വന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. ചില ചില്ലകൾ നീ എന്തിനാ ഭാരപ്പെടുന്ന മോശേ? അവിടെ ചില ചില്ലകൾ, അതിന് ചില കൊമ്പുകൾ അതിന് മുറിച്ച് അതിനകത്തേക്ക് ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അല്ല ദൈവം വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് പറയാ ശരി നീ അവിടെ ചെന്നാ മതിയില്ല. ചില നമ്മൾ ചെയ്യണം. നീ മരത്തിന്റെ ചില്ല വെട്ടണം. ചില വെട്ടിയാലേ പറ്റുള്ളൂ, ചില്ല നമ്മൾ മുറിച്ചാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ മരത്തിന്റെ ചില്ല എടുത്ത് നീ ഇടണ മോശിട്ടപ്പോ അവർക്ക് എന്ത് ചെയ്തു? ഹല്ലേലൂയ, അത് മധുരമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിഷയത്തിന്റെ മേൽ, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ, നിങ്ങൾ കരയുന്ന വിഷയത്തിന്റെ മേൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ, നിലവിളിക്കുന്ന വിഷയത്തിന്റെ മേൽ ഒരു മറുപടി വരുന്നുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്നു? ഏത് വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്നു? ആ വിഷയത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. അവിടെ വെച്ച് അവനൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവരെ പരീക്ഷിച്ചു. എന്നാൽ 26-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും. ആദ്യം നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുക. ദൈവത്തിന് ഇഷ്ടമുള്ളത് ഈ വർഷം ചെയ്യണം. 2025 ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രമേ ചെയ്യാവൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യരുത്.
നിന്റെ ജീവിതത്തിൽ നിന്നാണ് നീ ദാഹിച്ചപ്പോ നിനക്ക് ദൈവം എന്ത് ചെയ്തു? കയ്പല്ല തന്നത്. കയ്പ് കുടിക്കാൻ പറഞ്ഞോ? ഇല്ല, കയ്പ് കുടിക്കണ്ട, നിന്നെ മധുരമാക്കി തരുവാൻ, ആ വെള്ളത്തെ മധുരമാക്കുക. അതാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുവാൻ നമ്മൾ തയ്യാറാവണം. അടുത്ത അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാകുന്ന യഹോവയാകുന്നെന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളെ അനുസരിച്ചാൽ, ചട്ടങ്ങളെ അനുസരിച്ച, അവന്റെ സകല വിധികളിൽ നിന്നും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് വരുത്തുകയില്ല. മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും മറക്കരുത്. എന്തൊക്കെയാണ് വരുത്തിയെന്നും തവള എവിടെയൊക്കെ കയറിയെന്നും നമുക്ക് മറക്കരുത്. ഏതെല്ലാം ഭാഗത്തുണ്ടെന്നും. അടുത്ത് തവളയുണ്ട്, അതുപോലെ തന്നെ പേനുണ്ട്, വെള്ളരക്തമായ അനുഭവമുണ്ട്. ഒരുപാട് 10 അനുഭവത്തിലൂടെ കടന്നുപോയ ഇതൊന്നും മറക്കരുത്. മിസ്രയീമ്യർക്ക് വരുത്തിയ കാര്യങ്ങള് നിനക്ക് വരുത്തില്ല. നീ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചാൽ അവർക്കുണ്ടായ എന്നുവെച്ചാൽ മിസ്രയീമ്യർക്കുണ്ടായ കഷ്ടം നിങ്ങൾക്ക് വരത്തില്ല. നമ്മൾ കഷ്ടം വരാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കണം. ചട്ടം അനുസരിച്ചില്ല എങ്കിൽ അവിടെ വരുത്തിയ വിന, എവിടെ? മിസ്രയീമിൽ വരുത്തിയ വിന നിനക്ക് വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെ ചട്ടം ലംഘിക്കുമോ, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുമ്പോൾ അത് നമുക്ക് വലിയ തലവേദനയായി തീരും. ആ തലവേദനയായി തീരാതിരിക്കുവാൻ നമ്മൾ ഇന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച്, ചട്ടത്തിനനുസരിച്ച് ജീവിക്കാമെന്ന് പറയണം. ഞാൻ അനുസരിക്കാം. ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്നവരെ മാത്രമല്ല, ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പറ, നിന്റെ ചട്ടം അനുസരിച്ച്, കൽപ്പന അനുസരിച്ച് ഇന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കാം. ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിൽ പോലും തിരിയാതെ ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ കീഴ്പ്പെട്ട് താഴ്ന്ന് നമ്മളെ സമർപ്പിച്ച് അത് അനുസരിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ദൈവ കഷ്ടതകൾ മാറിപ്പോകുന്നത്. അനുസരണക്കേട് വന്നാൽ എവിടെയാണ്? ദൈവം ന്യായത്തിന്റെ കൂടെയാണ്. ദൈവം ആരുടെ പക്ഷത്താണ്? ന്യായത്തിന്റെ പക്ഷത്തൂടെയാണ്. ന്യായം കേൾക്കുന്ന ദൈവം. ഇന്ന് മനുഷ്യർക്കാർക്കും ന്യായം ചെയ്യാൻ പറ്റൂല, ദൈവത്തിന് ചെയ്യാൻ പറ്റും. ദൈവം ന്യായം മാത്രമേ ചെയ്യൂ. ആമേൻ. അന്യായമായി ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ന്യായത്തിന്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നുവിടും? പരീക്ഷകൾ അകപ്പെടും. പരീക്ഷയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വല്ലാത്ത ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് തിരുവചനം പറയുന്നത് ഹല്ലേലൂയ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ അനുസരിച്ച് അതിനകത്ത് നമ്മൾ ജീവിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി നമുക്ക് വെളിപ്പെടുവാനോടെ വരും. നമുക്കൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമോ? ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ആരും വേണ്ട എന്ന് പറയത്തില്ല. അതാരും വേണ്ട എന്ന് പറയത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ദൈവം മിസ്രയീമ്യർക്ക് വരുത്തിയ വിനകൾ നിനക്ക് വരത്തില്ല. നമ്മൾ അനുസരിക്കുമ്പോഴാണ് ചില വിനകൾ മാറിപ്പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പുറപ്പാടിൻ്റെ 15-25 വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് 15-25 വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവം യഹോവയുടെ വാക്ക്. ആവർത്തന പുസ്തകം 8-2 വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ താഴ്ത്തു. നിന്റെ ദൈവമായ യഹോവയെ
നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. നടത്തിയ വിധങ്ങളൊക്കെ ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ചു നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതും അറിയുവാനുമായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയത്. എത്ര വർഷം നടത്തി? 40 വർഷം. 40 വർഷം കൊണ്ട് പ്രാപിക്കാനിരിക്കുന്ന സ്ഥാനത്ത് 40 വർഷം നടക്കേണ്ടി വന്നു. ദൈവം വിളിച്ചിറക്കി തേനും പാലും ഒഴുകുന്ന കാനാദേശത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്, എവിടെ അടിമത്തത്തിലേക്ക്, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന ഇസ്രായേൽ ജനം 40 വർഷം നടത്തി. 40 വർഷം കൊണ്ട് പ്രാപിക്കേണ്ട സ്ഥാനത്ത് 40 വർഷം നടക്കേണ്ടി വന്നു. ഇത് ഓർക്കണം. 40 വർഷം നടന്നപ്പോഴും ദൈവം കൂടെ ഇരുന്നു. അവരെ പുറപുറപ്പാണ് 40 വർഷം നടക്കേണ്ടി വന്നത്. അപ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതുളായി ദൈവം എന്നാലും കൂടെ ഇരുന്നു. ഇത് പറയുന്നു, നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കണം, അറിയുവാനായി നിന്നെ 40 സംവത്സരം നടത്തിയ വിധങ്ങളെ നീ ഓർക്കണം. 2 രാജാക്കന്മാർ 2:19 മുതൽ 22 വാക്യം. 2 രാജാക്കന്മാർ. അനന്തരം ആ പട്ടണക്കാർ എലിശയോട് ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായെന്ന് യജമാനൻ കാണുന്നുവല്ലോ. യജമാനൻ കാണുന്നല്ലോ. എന്നാൽ വെള്ളം ചീത്തയായതും ദേശം ഗർഭനാശമാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ നോക്കിക്കോണം, ഈ പട്ടണത്തിൽ, യെരിഹോം എന്ന പട്ടണത്തിൽ ഇരിക്കുമ്പോൾ മനോഹരമായി എന്ന് യജമാനൻ കാണുന്നല്ലോ. എന്നാൽ വെള്ളം ചീത്തയാണ്, ദേശം ഗർഭനാശമാകുന്നു എന്ന് പറഞ്ഞു. അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്നു അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അതിലെന്ത് ചെയ്യണം? ഉപ്പിടണം എന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. നോക്കിക്കോണം, ശൂർ മരുഭൂമിയിൽ എന്ത് മാറുന്ന സമയത്ത് എന്തായിരുന്നു? കയ്പായിരുന്നു. ഇവിടെ വെള്ളം കയ്പ്. ആ സ്ഥാനത്ത് തൊട്ടടുത്ത് എന്നുവെച്ചാൽ ജനം മോശയ്ക്ക് തിരിഞ്ഞപ്പോൾ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ അടുത്ത് ഞാനൊരു വൃക്ഷത്തെ നട്ടിട്ടുണ്ട്. അതിൽ നിന്നൊരു കൊമ്പ് അല്ലെങ്കിൽ ഒരു ചില്ലെടുത്ത് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ കയ്പിനെ മാറ്റി മധുരമാക്കാൻ പറ്റും. എന്നാൽ തിരിച്ചിവിടെ നോക്കുമ്പോൾ, അടുത്ത പട്ടണത്തിൽ നോക്കണം, വെള്ള ചീത്തയാണ്, ദേശം ഗർഭനാശമാകുന്നു എന്ന് പറഞ്ഞതിന് എലിശാ പ്രവാചകൻ പറഞ്ഞു, ഒരു പുതിയ തളിക കൊണ്ടുവരിക. ഒരു പുതിയ തളികയിൽ കൊണ്ടുവന്നിട്ട് എന്തിടണം? ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർക്ക് അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എലിശാ പ്രവാചകൻ പറഞ്ഞതുപോലെ ദേശം ചീത്തയാണ്. ദേശം വെള്ളം, എന്നാൽ ദേശത്തിന് വെള്ളം ചീത്തയാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത് ഉപയോഗശൂന്യമായിരിക്കുന്നു. ഇതിനെ ശുദ്ധമാകണമെങ്കിൽ പ്രാർത്ഥന എന്ന ചില പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് പഴയ തളികയില പുതിയ തളിക കൊണ്ടുവരണം. അതാണ് പ്രാർത്ഥിച്ച പുതിയ തളികയിലേക്ക് നമ്മൾ ഉപ്പ് കൊണ്ടുവന്നത്. പുതിയൊരു പാത്രം കൊണ്ടുവരണം, അത് പുതിയതായിരിക്കണം. കാണുന്നല്ലോ, നിങ്ങൾ കൊണ്ടുവരിക, പുതിയ തളിക കൊണ്ടുവന്നു, അതിൽ ഉപ്പ് ഇടുവിൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ 21 വാക്യം. അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്നു അതിൽ ഉപ്പിട്ടു. ഇനി ഇതിനാൽ ഞാൻ ഈ വെള്ളം അതിനാൽ ഉപ്പിട്ടു ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു. ഇനി ഇതിനാൽ
മരണവും ഗർഭനാശവും ഉണ്ടാകില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി പ്രവാചകൻ പെട്ടെന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ അപ്പുറത്ത് മോശയെടുത്ത മരമെന്ന് പറഞ്ഞപ്പോൾ പുതിയ തളികയിൽ ഉപ്പ് കൊണ്ടുവന്നു. ദേവദാസൻ പറഞ്ഞതുപോലെ ആ ഉപ്പ് കൊണ്ടുവന്നു. ചീത്തയായ ദേശഗർഭനാശമായിരിക്കുന്ന വെള്ളത്തിൻ്റെ മേൽ ഉപ്പിട്ടപ്പോൾ ആ ഉപ്പ് ആ വെള്ളത്തെ ശുദ്ധമാക്കി പ്രാർത്ഥിച്ച് ആമേ ഹല്ലേലൂയ പ്രവാചകൻ പ്രാർത്ഥിച്ച് ഉപ്പ് കൊണ്ട് വെള്ളത്തിലിട്ടപ്പോൾ എന്തായി മാറി? ഇന്ന് ചീത്ത എന്ന് പറയുന്ന സ്ഥാനത്ത് അതിന് എന്തായി മാറി? അതിനെ ദൈവമേ ഉപയോഗിക്കുന്ന രീതിയിൽ അത് ഉപയോഗമുള്ളതാക്കി മാറ്റി. ഇന്ന് പലതും ഉപയോഗമില്ലാതെ കിടക്കുന്നതിനെ ആമേ ഹല്ലേലൂയ ഉപയോഗിക്കാൻ കഴിയാതെ, ഒരു നന്മ പ്രാപിക്കാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് സ്ഥലത്തിന്റെ മേൽ ചില വിടുതലുകൾ സംഭവിക്കുന്നുണ്ട്. ഉപ്പിടുമ്പോ എവിടെയെങ്കിലും സ്ഥലത്തിന്റെ മേൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോ അത് ചീത്ത ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കൊരു നന്മയും എടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് എവിടെയെങ്കിലും അത് തടസ്സമായി ചീത്തയാണ്, അത് നന്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ അതിനകത്തൊരു ദൈവ പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അവിടെ ഒരു അനുഗ്രഹമായി മാറുന്നുണ്ട്. ഈ വെള്ള പഥ്യമായിരിക്കുന്ന പോലെ അതിന്റെ മേൽ ഭക്തിയായിരിക്കുന്നു. ഇനി അതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകില്ല എന്ന് യഹോവ അരുളി ചെയ്തു. കഴിഞ്ഞ നിമിഷം വരെയും അത് യോഗ്യമല്ല, അത് കുടിച്ചു കഴിഞ്ഞാൽ മരണമാണ്. പക്ഷേ ഉപ്പിട്ടപ്പോൾ മരണം നീങ്ങിപ്പോകുന്നു. ഔഷധമായി നിന്നും കുടിക്കാൻ പറ്റുന്നുണ്ട്. അതിനകത്തുള്ള വിഷങ്ങൾ മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥന ചുമ്മാ കൊണ്ട് ഉപ്പിട്ടാൽ മാറത്തില്ല. നിങ്ങൾ ചെന്ന് വചനം കേൾക്കുമ്പോൾ ചെന്ന് ഉപ്പ് മായിച്ചുകൊണ്ട് ഭാഷ പറഞ്ഞ് ഇപ്പം കൊണ്ട് അങ്ങോട്ടൊന്നല്ല, ഇടേണ്ടവർ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ അല്ല ഞങ്ങളിന്ന് വചനം കേൾക്കുന്നുണ്ട് ഭാഷ ഞാൻ ചെറു ഉപ്പ് മായിച്ചുകൊണ്ട് ഇല്ല, അത് ദൈവ നിയോഗത്താൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആമ ഇന്ന് ചീത്തയായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന എൽശ പ്രവാചകൻ പറഞ്ഞതാണ്, നിങ്ങൾ ഉപ്പ് കൊണ്ടുവരുവേൻ. അത് പ്രാർത്ഥനയിൽ ആ രീതിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ആ വെള്ളത്തിൽ നിന്ന് മാറിപ്പോയത്? മരണം മാറിപ്പോയത്. ഹല്ലേലൂയ. ഗർഭനാശവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എന്ന് യഹോവ അരുളി ചെയ്തു. 22-ാം വാക്യത്തിൽ എൽശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെയും പഥ്യമായിരിക്കുന്നു. എൽശാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ വെള്ളം എന്ത് ചെയ്തു? പഥ്യമായിരിക്കുന്നു. ഇനി കയ്ക്കത്തില്ല, ഇനി ഒരിക്കലത് കയ്പുണ്ടാകത്തില്ല. അത് ഔഷധമായിരിക്കുന്നു. ആ വെള്ളം കുടിക്കാം, അത് കുടിക്കാൻ നമുക്ക് അത് ഉപയോഗിക്കാം. ഇന്നലെ വരെ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥാനത്ത്, ഇന്നലെ വരെ ഉപയോഗിക്കാൻ പറ്റാത്ത അടുത്ത ദൈവ പ്രവൃത്തി ഇന്ന് സംഭവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരം ആമേ ഹല്ലേലൂയ ഇറങ്ങിയാൽ, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ദൈവ പ്രവൃത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ, എവിടെ ഇറങ്ങിയാൽ? കയ്പുള്ള ഭാഗത്ത്, ആമേ കയ്പായ ഭാഗത്ത് അവിടെ നമുക്കൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയും. പ്രൈസ് ദി ഹല്ലേലൂയ. മറക്കരുത്, ദൈവ പ്രവൃത്തി എപ്പോഴും ഇറങ്ങണമെന്ന് ദൈവത്തിന് അറിയാം. എപ്പോഴും ദൈവ പ്രവൃത്തി തുടങ്ങണം, ദൈവ പ്രവൃത്തി എപ്പോഴായിരിക്കണമെന്ന് ദൈവത്തിന് നല്ലപോലെ അറിയാം. ആ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ള ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി വളരെ ശ്രദ്ധയോട് ജാഗ്രതയോടെ ഇരുന്നാൽ, ആമേ പ്രാർത്ഥനയോടെ ഇരുന്ന് കഴിഞ്ഞാൽ, അത് ആത്മീയമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നിനക്ക് വേണ്ടി അനുഭവത്തെ, കയ്പിന്റെ അനുഭവത്തെ, മാറയായ അനുഭവത്തെ മാറ്റി തരുവാൻ എന്റെ യേശുവിന് കഴിയും. മറ്റുള്ളവർ നോക്കുമ്പോ അനുഗ്രഹത്തിന് ഒരു സാധ്യതയുമില്ല. നിങ്ങൾ നോക്കിയപ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോ ഒരു സാഹചര്യമില്ല, അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു സാഹചര്യമില്ല, ഉയർന്നു വരുവാൻ ഒരു സാഹചര്യവുമില്ല. നോക്കുന്നുണ്ട്, നമ്മളെ സഹായിക്കുവാൻ ഒരാളുമില്ല, അല്ലേ? നമ്മളെ സഹായിക്കുവാൻ ഒരാൾ പോലും ഇല്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം വിപരീതമാണ്. പക്ഷെ എൻ്റെ ദൈവം പറയും, സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിൽ അവിടെ ഞാൻ ഇറങ്ങി വരും. സാഹചര്യം വിപരീതമാണെങ്കിൽ എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും.
സാഹചര്യങ്ങൾ വിപരീതമായാൽ മാത്രമേ ഒരു ദൈവ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുകയുള്ളൂ. എന്നുവെച്ചാൽ വ്യത്യസ്തമായ രീതിയിൽ, മനുഷ്യന് ചിന്തിക്കുന്ന അപ്പുറമായ രീതിയിൽ കൈപ്പുള്ള സ്ഥലം ഒരിക്കലും കൈവശമാക്കത്തില്ല, ഉപേക്ഷിക്കാനേ തോന്നുള്ളൂ. ആമേ, കൈപ്പുള്ള വെള്ളത്തിന്റെ അടുത്ത് നിങ്ങൾ ഒരിക്കൽ താമസിക്കുമോ? ഇല്ല. കൈപ്പായ സ്ഥലം എന്നുവെച്ചാൽ അവിടെ മാറയാണ്, അല്ലെങ്കിൽ ഗർഭനാശമാണ്. അവിടെ നിന്ന് ഒരു അനുഗ്രഹം ഉണ്ടാവത്തില്ല. അവിടെ നിന്ന് വിട്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്നോട് പറയാ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കത് യോഗ്യമല്ല, ഇവിടം വിറ്റിട്ട് പോകാമെന്ന് പറയുന്ന ചില വ്യക്തികളോട് പറയുന്നു, ദൈവനാശത്തെടുത്ത് മാറ്റി അതിന്റെ മേലിൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്, അതിനകത്തൊരു മാറ്റം വരുത്തുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി അതിനകത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. കയ്പ് കുടിച്ചു കഴിഞ്ഞാൽ കയ്പ് കുടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും. ആ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ചില മരണത്തിന്റെ കെട്ടുകളെ ഇന്ന് പകൽക്കാലം അഴിച്ചുവിടുകയാണ്. മരണത്തിന്റെ കെട്ടുകളെ, ചില ബന്ധനത്തിന്റെ കെട്ടുകൾ ഇന്ന് പകൽക്കാലം തകരുകയാണ്. ദൈവ പൈതലേ, ഇന്ന് ചില മരണത്തിന്റെ കെട്ടുകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് അഴിച്ചു വിടുകയാണ്. സങ്കീർത്തനം 103:4 വാക്യം. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. നോക്കണം, അവൻ നിന്റെ ജീവനെ എവിടെ നിന്നും? നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അവൻ ദയയും കരുണയും അണിയിക്കുന്നു. അപ്പോ ചില നാശത്തിലേക്ക് പോകാൻ വേണ്ടി ഇരിപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ചില നാശത്തിലേക്ക്, നശിച്ചു പോകുവാൻ, ചില നശിച്ചു പോകുന്നവരുണ്ട്. അവരെ നോക്കി പറയാ, ദൈവം വീണ്ടെടുക്കുന്നു. നീ വെള്ളം കുടിച്ചാൽ നശിക്കും, ഈ മാറ കുടിച്ചാൽ നശിക്കും. കയ്പുള്ളത് ആരും കുടിക്കാൻ ആഗ്രഹിക്കത്തില്ല, കയ്പുള്ളത് ആരും കുടിക്കുവാൻ ആഗ്രഹിക്കത്തില്ല. പക്ഷെ ആ കയ്പിനകത്ത് ദൈവ പ്രവൃത്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ജീവിതങ്ങൾ കയ്പായി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദിവസങ്ങൾ തള്ളി നീക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതങ്ങൾ തള്ളി 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 ജീവിതം മാറ്റുന്നുണ്ടെങ്കിൽ, എത്ര ഓടിയിട്ടും ഒന്നും നേടാൻ പറ്റുന്നില്ല, എത്ര അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ഇന്ന് ജീവിതങ്ങൾ തള്ളി തള്ളി മാറി ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ നോക്കി പറയുന്നുണ്ട്, ദൈവം ആ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം പറഞ്ഞു, അവൻ നിന്റെ മേൽ കരുണ കാണിക്കുന്നു, ദൈവത്തിന്റെ കരുണ നിന്റെ മേൽ പകരുകയാണ്. സങ്കീർത്തനം 103:3 വാക്യം. അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു. അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഇന്ന് ഒരു രോഗമല്ല, ദൈവ സകല രോഗങ്ങളെ സൗഖ്യമാക്കിയാണ്. ഇന്ന് രോഗസൗഖ്യത്തോടെയാണ് ഇതിനകത്ത് കടന്നു പോകുവാൻ. ദൈവന്യായത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇത് സകല രോഗങ്ങളെയും വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നിന്റെ അകർത്യമൊക്കെയും പാപമൊക്കെയും, അകർത്യം എന്ന് വെച്ചാൽ പാപം ഒക്കെയും മോചിപ്പിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് നിങ്ങളുടെ കുറവുകളെയും ബലഹീനങ്ങളെയും ഏറ്റു പറഞ്ഞാൽ ഇന്ന് ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യും? മോചനം തരും. ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, ഒരു മനുഷ്യന്റെ മുമ്പിലല്ല കുമ്പസരിക്കേണ്ടത്, ദൈവത്തിന്റെ മുമ്പിൽ. ഇന്ന് ഈ ആലയത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പറ, ഹൃദയങ്ങളെ തുറന്ന് തെറ്റുകളെ നിങ്ങൾ ഏറ്റു പറഞ്ഞ്, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്റെ ചട്ടങ്ങളെ ലംഘിച്ചു, ആമേ, ഞാൻ നിനക്കെതിരായിട്ട് പുറപുറത്തു. ചില പുറപുറപ്പുകളാണ് മാറയുടെ അടുത്തെത്തേണ്ട അവസ്ഥ വന്നത്. ചില പുറപുറപ്പ് തന്നെയാണ്, ദൈവത്തോടുള്ള വിശ്വാസ കുറവുകൾ തന്നെയാണ് എവിടെ എത്തിയേണ്ടുന്നത്? കയ്പിന്റെ അനുഭവത്തിലേക്ക് എത്തേണ്ടി വന്നത്. ഇന്ന് കയ്പിന്റെ അനുഭവത്തിലേക്ക് എത്തേണ്ടി വന്നത് എന്തുകൊണ്ട്? ചില പരീക്ഷകൾ കടക്കുമ്പോൾ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ജയിക്കാൻ പറ്റുന്നില്ല, അവിടെ നമുക്ക് അതിനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ചില കാര്യങ്ങൾ നമുക്ക് വേണം. മനുഷ്യന്റെ സ്വാഭാവികമാണ്. ഇന്ന് മനുഷ്യൻ എല്ലാവരുടെയും സ്വാഭാവികം നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ വേണം. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് 10 പേര് അറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എല്ലാ പരിപാടികളും ചെയ്യും. കർട്ടൻ പൊക്കും, ലൈറ്റ് അടയ്ക്കും, എല്ലാം വെച്ച് കെട്ടും, അല്ലേ? ഒറ്റ സ്റ്റെപ്പിൽ ആശീർവാദം പറയുകയും ചെയ്യും. ഈ രംഗത്തോടെ ഇവിടെ അവസാനിപ്പിക്കുന്നു.
എന്ന് പറയാനല്ല. ഇത് മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചില ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് പറയണം, ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുമെന്ന്. ഇത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ശോധനയിലൂടെ കടന്നു പോകുമ്പോ നിന്നെ അതോടെ തീർക്കാനല്ല, പുതിയതാക്കി കൊണ്ടുവരുവാൻ ചില അത്ഭുതങ്ങൾ കാണുവാനാണ്. ചില അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയാണ് ചില മാറരുടെ അടുത്ത് പോവേണ്ടി വന്നത്. എന്തുകൊണ്ട് തൻ്റെ ജനത്തെ അവിടെ തന്നെ കൊണ്ടുപോയത്? ദൈവം ആരാണ് നീ അറിയണം. അതാണ് എന്നെ പരിശോധിക്കും. ദൈവം നോക്കിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, വേദന നടുവിൽ കടന്നു പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി അതാ നിന്റെ അകൃത്യമൊക്കെയും നിന്റെ ഇതുവരെയും നിന്റെ ബലഹീനകളെ പറ, നിന്റെ കുറവുകളെ ഏറ്റുപറ, നിന്റെ പാപങ്ങളെ ഏറ്റുപറ. നിന്റെ ബലഹീനതകളെ നല്ലപോലെ ആർക്കറിയാം? ദൈവത്തിന്. പക്ഷെ നീ അറിഞ്ഞില്ല. നിന്റെ ബലഹീന ദൈവത്തിന് അറിയാം, പക്ഷെ നിന്റെ ബലഹീനെ കുറിച്ച് നീ അറിയണം. എന്റെ ബലഹീനെ കുറിച്ച് ഞാൻ അറിയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് പരാജയമാണ്. ബലഹീനൽ ആരുമില്ല. എവിടെ വേണോ വീഴാം, എവിടെ വേണോ തകർച്ച വരാം, എവിടെ വേണോ പരാജയം വരാം. ആ ബലഹീന എന്ന് ഏറ്റു പറഞ്ഞ് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? കർത്താവേ, നീ എന്നോടൊന്ന് മനസ്സലിയണം. ഇന്ന് നിങ്ങളുടെ ബലഹീനത ഏറ്റു പറയുമെങ്കിൽ എന്തുണ്ടാവും? പാപമോചനമുണ്ടാവും. പാപം മോചിപ്പിക്കേണ്ട അതാണ് കർത്താവ് യേശു ക്രിസ്തുവാണ്. അതാ പറയുന്നത്. അവൻ പറയുന്നത്, രോഗങ്ങളെ ഞാൻ സൗഖ്യമാക്കുന്നു. രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിങ്ങൾ വെച്ച് കെട്ടി നടക്കുന്ന കൈപ്പായ അനുഭവങ്ങള് ഒരു വിടുതലുമില്ല, ഇതിനൊരു സൗഖ്യമില്ല, ഇതിനൊരു മാറ്റമില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഇതിന്റെ മേൽ ഒരു വിടുതൽ വരുന്നുണ്ട്. വേദനയും പ്രയാസം വരുമ്പോ, ശരീരത്തിന് അതിശക്തമായ വേദനയും പ്രയാസം വരുമ്പോ ആ പഞ്ചായത്ത് കേൾക്കുക, രണ്ട് തെറിയും വിളിച്ച് രണ്ട് അട്ടഹസിച്ച വേദന മാറുമോ? മാറത്തില്ല. ചിലർ വേദനയും പ്രയാസം വരുമ്പോൾ ചിലപ്പോൾ ശബ്ദത്തോടെ രണ്ട് ചാട്ടവും ചാടി രണ്ട് വിളിയും വിളിക്കും. പക്ഷെ വേദന ഇന്ന് പുറത്ത് മാത്രമല്ല, അകത്ത് വേദനയാണ്. ഇല്ല, അവിടെ നമുക്ക് വിടുതൽ. നമ്മൾ എത്ര അട്ടഹസിച്ചാലും നമുക്ക് വിടുതൽ കിട്ടത്തില്ല. പക്ഷെ ദൈവത്തിന് കഴിയും. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി, അതാ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുക. സങ്കീർത്തനം 107:20 വാക്യം. സങ്കീർത്തനം 107:20 വാക്യം. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. നോക്കിക്കോളണം. 107:20 വാക്യത്തിൽ അവൻ തന്റെ വചനത്തെ അയച്ചു അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു. ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളായിരിക്കുന്നവരോട് ഇന്ന് വചനം അയച്ച് ദൈവ സൗഖ്യമാകുകയാണ്. ഇന്ന് കുഴിയിൽ കിടക്കുന്നവരോട്, ഇന്ന് പാപത്തിൻ്റെ കുഴിയിൽ കിടക്കുന്നവരോട്, രോഗത്തിൻ്റെ കിടക്കയിൽ കിടക്കുന്നവരോട് പറയുകയാണ്. ഇന്ന് ഈ വചനം പറയുമ്പോൾ ദൈവം എന്തയക്കുന്നുണ്ട്? വചനം അയക്കുന്നുണ്ട്. വചനം അയച്ച് അവരെ സൗഖ്യമാക്കി കുഴിയിൽ നിന്ന് അവരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. കുഴിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് എവിടെ പാപത്തിന്റെ കുഴിയിൽ കിടക്കുന്നവരെ, ചേറ്റിൽ കിടക്കുന്നവരെ ദൈവം വിടുവിക്കുകയെന്ന് പകൽക്കാലം ദൈവം അതിൻ്റെ മേലൊരു പ്രവൃത്തി അയക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കൊരു മറുപടി വരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കൊരു മറുപടി വരുന്നുണ്ട്. ഇന്ന് കരം അടിച്ച ദൈവത്തിന്റെ ശക്തിയോടെ മഹത്വം കൊടുത്തിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സ്വീകരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വചനം അയച്ച് സൗഖ്യമാകുന്നു പറയുമ്പോൾ ഈ വചനത്തെ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം. ദൈവക്കുഴിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു കുഴിയിൽ നിന്ന് ചില പറയില്ലേ, അയ്യോ ഈ കുഴിയിൽ നിന്ന് കരകയറിയാ മതി. അങ്ങനെയുള്ള എത്രയോ പേരുണ്ട്, എത്രയോ ദൈവജനമുണ്ട്. ഈ ലോകത്തെ നോക്കുമ്പോൾ അയ്യോ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ നിന്ന് ഒന്ന് കരകയറിയാൽ മതി എന്ന് പറയുന്ന ഒരുപാട് ദൈവമക്കൾ ഇന്നുണ്ട്. പക്ഷേ ഇന്ന് സൗഖ്യമില്ലാതെ ഒരേ കിടപ്പിൽ കിടക്കുന്നവരുണ്ട്. ദൈവ പൈതലേ, ഇന്നവർ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് സൗഖ്യം തന്നെങ്കിൽ ഒന്ന് പള്ളിയിൽ പോകാമായിരുന്നു, ഒരു വിടുതൽ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാമായിരുന്നു. ഇന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ
സ്വന്തമായിട്ട് സ്വന്തം കാര്യം പോലെ ചെയ്യാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരാ കുഴിയിൽ കിടക്കുന്നവര്. ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് പേരുണ്ട്. ഇന്ന് നോക്കുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരെ ദൈവം അവരുടെ കുഴികളിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. ദൈവ കുഴിയിൽ നിന്നും വിടുവിക്കുന്ന വചനം അയച്ച് ഇന്നത് ആ വചനം ആരാണ്? കർത്താവ് യേശുവാണ്. ആ വചനം എന്ന് പറയുമ്പോൾ തന്നെ ഇത് പറയപ്പോ എന്റെ കുടുംബത്തിനകത്ത് ചിലർ സൗഖ്യമാകണം. കരമടിച്ചു നിങ്ങൾ പറയും, ഇതിനകത്ത് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരെ, ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനകത്ത് രോഗിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് വരാൻ കഴിയാതെ ഇന്ന് ആരെങ്കിലും രോഗിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്ന ചാനലിലൂടെ കേൾക്കുന്നവരെ, നിങ്ങൾ രോഗിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവ പ്രവൃത്തിയോടെ സംഭവിക്കട്ടെ. വിടുവിക്കുന്ന ദിവസമാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞെടുത്ത് ഇവർ ഒരിക്കലും എഴുന്നേറ്റിരിക്കത്തില്ല, ഇവർ ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് തന്നെ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോവാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ കണ്ണിലോ അത് ആശ്ചര്യമായിരിക്കുമ്പോ ഇന്ന് വചനം വിളിച്ചു വരുന്നത് ഒരിക്കലും ഇവർ എഴുന്നേറ്റിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇത് സ്വന്തമായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വെച്ച് കുടിക്കാൻ പോവുകയാണ്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും വെള്ളം എടുത്ത് കയ്യിൽ കൊടുക്കണം, അല്ലേ? കൊണ്ടിട്ട് എന്നിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കണം. പക്ഷെ ഈ വ്യക്തി ഇതാ ഇന്ന് ഈ വചനം സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ചെന്ന് വെള്ളം എടുത്തും കൊണ്ടുവച്ച് കുടിച്ചിട്ട് ആ ക്ലാസ് ഇരുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആ അനുഭവം കാണുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അങ്ങനെ ഒരു അനുഭവം എൻ്റെ കുടുംബത്തിനകത്ത്, അല്ല നിങ്ങളെ കണ്ട കണ്ണുകൾക്ക്, നിങ്ങൾ കഴിഞ്ഞ ദിവസം കാണാൻ പോയ വീടുകളിൽ നിങ്ങൾ അടുത്തുള്ളവർക്ക് അത് സംഭവിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, യേശുവിന് കഴിയോ, യേശുവിന് കഴിയോ. നിന്റെ കുറവുകളെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇന്ന് ദൈവത്തോട് നീ ചേരുമെങ്കിൽ, വിശ്വസിക്കുമെങ്കിൽ യേശുവിന്റെ കരം നിനക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 7:15 സകല രോഗവും നിങ്ങൾ നിന്ന് അകറ്റിക്കളയും. നോക്കിക്കോളണം. അടുത്ത ദിവസം പറയുന്നു, യഹോവ സകല രോഗവും നിങ്ങൾ നിന്നും അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന മിസ്രൈമ്യരുടെ ദുർവ്യാധികളിൽ ഒന്നും അവൻ നിന്റെ മേൽ വരുത്താതെ നിന്നെ ദോഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും. നോക്കിക്കോളണം. ഇത് ആർക്ക് കൊടുക്കും? നിന്നെ ദോഷിക്കുന്നവർക്ക്. മിസ്രായില ബാധ മറക്കരുത്. 10 ബാധകളാണ്. ഹല്ലേലൂയ. ഇതെവിടെ കൂടെ വരുന്നുണ്ടെന്നും എവിടെ കൂടെ പണി കിട്ടുമെന്നും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാധ തീർന്നു പോയിട്ടില്ല. മിസ്രൈമിലെ ബാധ അവസാനിച്ചെന്നും പറഞ്ഞിരിക്കുകയൊന്നും വേണ്ട. അയ്യോ, അത് മിസ്രൈമിലല്ലേ. ഇവിടെ ചൈനയെ പ്രശ്നം നടക്കാൻ പറയും, അത് ചൈന, ഇത് ഇന്ത്യ. കണ്ണടച്ച് തുറക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇനി വന്നത്. ആമേ. ഹല്ലേലൂയ. മിസ്രൈമിലെ പ്രശ്നത്തെ ഇന്ത്യക്കാർ പറയും നമ്മുടെ ഇന്ത്യ. എല്ലാ ഡോക്ടർമാരും ഏറ്റവും കൂടുതൽ ആശുപത്രി ഉള്ളത് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്താണ്, അല്ലേ? പ്രൈവറ്റിനും നല്ല ഏറ്റവും കൂടിയ ആശുപത്രി ഉണ്ട് പറയും. ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ പണമുണ്ട്. ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തീരാനേ ഉള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയ. എത്ര ഹോസ്പിറ്റൽ നമുക്ക് പേര് കേട്ട ഡോക്ടർമാരുണ്ടെങ്കിലും എത്ര വലിയ ഡോക്ടർമാർ, ചില പേരുണ്ടായ പേര് കേട്ട ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തിട്ട് പറയേണ്ടിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇത് ചെയ്യാനാണോ ആശുപത്രി പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തത്? ഇത് കേൾക്കാനാണോ നിന്റെ ലക്ഷങ്ങൾ മുടക്കിയത്? മിടുക്കന്മാരായ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടോ? ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിശ്വാസമില്ലാത്ത വ്യക്തിയുടെ മുഖത്തും പറയും, യേശുവിനെ വിശ്വാസമില്ലാത്തടത്തും പറയും നിങ്ങളൊന്ന് പ്രാർത്ഥിയര്. ഞങ്ങൾ ചെയ്യേണ്ട ചെയ്തു. ഞങ്ങളെ കൊണ്ട് ചെയ്യേണ്ട കുത്തിക്കെട്ട നൂലും മഞ്ഞെല്ലാം വിദേശത്തുനിന്ന് വരെ മരുന്നുവരെ കൊണ്ടുവന്നെല്ലാം ചെയ്തു. പക്ഷെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിനെ പ്രവർത്തിക്കൂ. പക്ഷെ നല്ല ഹോസ്പിറ്റലുണ്ട്, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരിക്കാം. പക്ഷേ അവിടെയും പറയും ദൈവപ്രവൃത്തി വെളിപ്പെടണം. സൗഖ്യം നടക്കണമെങ്കിൽ, ഒരു വിടുതൽ തരണമെങ്കിൽ ആർക്ക് പറ്റും? അത് യേശുവിനെ പറ്റൂ.
ഇന്ന് ഹോസ്പിറ്റൽ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പറ, നീ സേവിക്കുന്ന ഡോക്ടർമാരോ മരുന്നിനോ മെഡിസിൻ അല്ല, എന്റെ യേശുവിനെ മാത്രമേ നിന്നെ ജീവിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് യഹോവ സകല രോഗവും, നിന്റെ ശരീരത്തുള്ള സകല രോഗങ്ങളും. ഇന്ന് എവിടെയൊക്കെ വേദനയുണ്ട്, അയ്യോ അവിടെ പാസ്റ്റർ വേദന, ഇവിടെ വേദന, അപ്പുറത്തെ വേദന, ഇന്ന് വേദനകൾ എന്നാൽ ഇന്ന് സകല രോഗത്തിൻ്റെ മേൽ ഇന്ന് ഒരു സെക്കൻഡ് കൊണ്ട് വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളെ സകല രോഗങ്ങളെയും മാറ്റുവാൻ ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. അവൻ സകല രോഗങ്ങളെയും ഇന്ന് നിങ്ങൾ തന്നെ സമർപ്പിച്ചു കൊടുത്ത്, അവൻ നിങ്ങളെ തന്നെ താഴ്ത്തി കൊടുത്ത് പൂർണ്ണമായി സമർപ്പിക്കണം. ഞാൻ നോക്കുമ്പോൾ പലയിടത്തും വിടുതലെടുക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർക്കൊക്കെ ഈ മൂക്കിൻ്റെ തുമ്പത്താണ് അന്യഭാഷ ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ മൂക്കിൻ്റെ തുമ്പത്താണ് അന്യഭാഷ ഇരിക്കുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ള സൗഖ്യം കൂടെ അങ്ങ് പോവും. യാത് അന്യഭാഷ? പരിശുദ്ധാത്മാവുള്ള അന്യഭാഷയല്ല, അന്യായമായുള്ള ഭാഷ. മനസ്സിലായില്ല? അന്യഭാഷ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഭാഷ അന്യഭാഷ, പക്ഷെ അന്യായമായ ഭാഷയുണ്ട് പിശാച് വെച്ചിരിക്കുന്നത്. ഇത് ചെന്ന് അല്പം എന്തെങ്കിലും കുറയണം, കാലത്തിൽ അല്പം ഒന്ന് കുറയണം. പിന്നെ ഏത് വാർഡിലാണ് വോട്ടുള്ളതെന്ന് തിരിച്ച് വ്യക്തമായിട്ടറിയാം. എത്രാമത്തെ ബൂത്തിലാണ് ആ വ്യക്തികളെ വോട്ടുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റും. ചില അസ്വസ്ഥതകളാണ് പരാജയമാകുന്നത്. ചില മനസ്സിലുണ്ടാവുന്ന ചില നീരസങ്ങളാണ് വേദന കൂടുവാൻ കാരണം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റും. ദൈവം തൂക്കി നോക്കി, അളന്ന് നോക്കി, ഞരമ്പ് വരെ തലമുടി വരെ കീറി നോക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്നൊരു വിടുതൽ എനിക്ക് വേണം എന്നുവെച്ചാൽ ന്യായമാണ്. സൗഖ്യം നമ്മുടെ അവകാശമാണ്. സൗഖ്യം എനിക്ക് ആവശ്യമാണ്. ദൈവം ന്യായമായി പ്രാർത്ഥന കേൾക്കുന്നതാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ജീവിക്കുവാൻ പഠിക്കണം. ദൈവമക്കളെ, ഇന്ന് പ്രാർത്ഥിക്കും പോലെ ജീവിച്ചാൽ മാത്രമേ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. ഇതിനകത്ത് ഒരു പ്രവൃത്തിയും പുറത്ത് വേറൊരു പ്രവൃത്തിയായി കഴിഞ്ഞാൽ വിടുതലാവത്തില്ല. ദൈവമേ, നമ്മളെ ചട്ടങ്ങൾ അനുസരിച്ച് ഇതിനകത്തായിരിക്കുന്ന പോലെ അത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് അനുസരണയായി കൊണ്ടുപോകാൻ പറ്റൂ. എന്നാൽ ഇന്ന് ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ദൈവം വരും? യഹോവ സകല രോഗങ്ങളെയും നീക്കുവാൻ നീക്കി അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്നു മിസ്രയീമിലെ ദുർവ്യാധികൾ അറിയാതെ പോകരുത്. എടുത്തെടുത്ത് വചനം തിരിച്ചു ആവർത്തിച്ച് പറയും, മിസ്രയീമിലെ ദുർവ്യാധികള് ഒന്നും മറക്കരുത്. നിങ്ങൾ മറക്കരുത്. നിങ്ങൾ മറക്കാതെ പോലെ ഒന്നും അവൻ നിന്റെ മേൽ വരുത്തില്ല എന്ന് പറയുമ്പോൾ അത് മറക്കരുത്. മാറ്റി നിർത്തിയിട്ടുണ്ട്. 10 ബാധകളെ ആമയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലർ അന്തം വിട്ട് നിൽക്കുകയാണ്, പക്ഷേ ഞങ്ങൾക്കൊന്ന് അറിയണം, അറിഞ്ഞിട്ട് പോകണത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഇസ്രായേലിലെ 10 ബാധകളാണ്. 1, വെള്ളം രക്തമായി തീരുന്നു. 2, തവള പെരുകുന്നു. 3, പേൻ പെരുകുന്നു. അടുത്ത നായീച്ച പെരുകുന്നു. അടുത്ത് വ്യാധികൾ കന്നുകാലികൾ ചാകുന്നു. അടുത്ത് പരുക്കൾ കൂടുന്നു. കൽമഴയും തീമഴയും കൂടുന്നു. വെട്ടുകിളി കൂടുന്നു. കൂരിരുട്ട് കൂടുന്നു. അത് കഴിയുന്നു സംഹാരം തുടങ്ങുന്നു. 10 ബാധകൾ എവിടെ കൂടെ വേണമെങ്കിലും. ഇത് ദൈവത്തിൻ്റെ ഒരു കാര്യമാണ്. ഇത് ദൈവം മിസ്രയീമില് ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തെ ആരാധിക്കുവാൻ വിടണമെന്ന് മിസ്രയീമിലെ ഫറവോനോട് നിലവിളിച്ചപ്പോൾ 10 ബാധകൾ ദൈവം അയച്ചു. ഈ ബാധകൾ മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു. 9 ബാധ അയച്ചിട്ട് പോലും മാനസാന്തരമില്ല. അവസാനം 10ാമത്തെ ബാധയായിരിക്കുന്ന സംഹാരം വന്നു. ഇസ്രായേലിലെ രാജാവിനെ, ഫറവോന്റെ സൈന്യത്തെയും ചെങ്കടൽ മുക്കിക്കളഞ്ഞ ദൈവം മുക്കേണ്ടടുത്ത് മുക്കിയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുക്കേണ്ടടുത്ത് മുക്കും. അതുപോലെ വെട്ടുക്കിളിയുടെ അനുഭവങ്ങൾ മറക്കരുത്. നിങ്ങൾ ഇപ്പൊ തവളയെക്കുറിച്ച് പഠിച്ചു. നിങ്ങൾ ഇങ്ങനെ പറയും, ദൈവം എന്താണ് ദുർവ്യാധികൾ? പേന് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു കൈ, ഇത് അവിടുത്തെ പരിപാടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
മിസ്രൈമിൽ പേന കയറിയോ? സഹോദരിമാർക്ക് മാത്രമല്ല സഹോദരന്മാർക്കും കയറും. ഹല്ലേലൂയ. എല്ലാവർക്കും പേന കയറി. ഇപ്പൊ ആർക്കും ഇല്ല, ഇല്ലാത്തവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ചില പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും തലയിൽ ഒരു കൈ വയ്ക്കൊണ്ടിരിക്കും. ആമേ. ഇപ്പം ഇവിടെ ഇല്ല, ഇപ്പം കെയർഫുള്ളാണ്. എവിടെയെങ്കിലും ചെന്ന് ജോലി ഇരിക്കുന്ന സമയത്തും ഒരു കൈ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വായ കൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ കൃത്യമായിട്ട് ചൂണ്ടുപരൽ തലയിൽ പാൻ എടുത്തുകൊണ്ടിരിക്കും. ഇല്ലെങ്കിലും അതൊരു ശീലമായി പോയതാ. ഞങ്ങൾ മിസ്രൈമിൽ ജീവിച്ചവരല്ലേ, ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? മറക്കേണ്ടത് മറന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ 10 വ്യാധികൾ ദൈവം വരുത്തിയത് നിങ്ങൾ മറക്കരുത്. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഈ അയച്ച കാര്യങ്ങളൊന്നും മറക്ക. ദുർവ്യാധികളൊന്നും അവൻ നിന്റെ മേൽ വരുത്തുകയില്ല. ഇതാ പറയുന്നു, നിന്റെ മേൽ മിസ്രൈമിൽ അയച്ച 10 ബാധകളും നിന്റെ മേൽ വരുത്തില്ല എന്ന് പറയുമ്പോ ആമേൻ സ്വീകരിക്കേ. ഇതാ നിന്നെ നോക്കി പറയുക, മിസ്രൈമിലെ 10 ബാധകള് വരത്തില്ല എന്ന് പറയുമ്പോ ഒന്നും വരത്തില്ല എന്ന് പറയുമ്പോ തന്നെ കർത്താവേ, നീ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായി സ്തോത്രം, നീ ഞങ്ങളെ വിടുവിക്കുന്നതിനായി സ്തോത്രം, നീ വേലി കെട്ടി സൂക്ഷിക്കുന്നതിനായി സ്തോത്രം, എന്റെ കുടുംബത്തെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ഈ ലോകത്തല്ലേ, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഇന്ന് കേട്ടിട്ടുണ്ടോ? നടന്നു പോകുമ്പോ പെട്ടെന്ന് കറങ്ങി വീഴുന്നു, ആ സെക്കൻഡ് തീരുന്നു. നിങ്ങളൊന്നും ഈ ലോകത്ത് അറിയുന്നില്ല. ഒന്ന് ബോധക്കെടുന്നുണ്ട്, പെട്ടെന്ന് വീഴുന്നു പോകുന്നുണ്ട്. പല രീതിയിൽ ഇതെല്ലാം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വരാതെ സൂക്ഷിക്കുന്നത് പറ. ഇതൊന്നും എൻ്റെ കുടുംബത്തിലോ എനിക്കും വരാതെ സൂക്ഷിക്കുന്നത് അപ്പൻ്റെ ആത്മഭാരത്തോട് എന്നെയോ എൻ്റെ തലമുറയെ തൊടാതെ എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് ശക്തിയോടെ കരമടിച്ച് മഹത്വം കൊടു. ഹല്ലേലൂയ. നിന്റെ മേൽ വരുത്തുകയില്ല. ആമേ. വരുത്താതെ നിന്നെ ദോഷിക്കുന്നവർ നോക്കിക്കോണം. നിനക്ക് എതിരായിട്ട് നിൽക്കുന്നവരുണ്ട്. നിന്നെ ദോഷിക്കുന്നവർക്ക് നിനക്ക് വരത്തില്ല, പക്ഷെ നിന്നെ ദോഷിക്കുന്നവർക്ക് ദൈവം കൊടുക്കും. ഇന്ന് ദൈവത്തിന് അനുകൂലമായി എവിടെ എതിരായിട്ട് നിൽക്കുന്നവരുണ്ട്. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കുടുംബത്തിനകത്ത് ദൈവ പ്രവൃത്തിക്ക് എതിരായിട്ട് ആര് നിന്നാലും അവർക്കിത് വരും. കുടുംബത്തിനകത്തായാലും പുറത്തായാലും കുടുംബത്തിനകത്ത് എതിരാറ്റി നിൽക്കുന്നവരുണ്ട്, അവർക്ക് വരും. ഞാനല്ല പറയുന്നത്, തിരുവചനമാണ് വിളിച്ചു പറയുന്നത്. നിന്നെ ദോഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും. യാത് കൊടുക്കും? മിസ്രൈമിലെ 10 ബാധകളെ കൊടുക്കും. ഹല്ലേലൂയ. അപ്പോ ഇത് വരാതിരിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തായിരിക്കണം? വിശ്വസ്തയോടെ ആയിരിക്കണം. നിന്നെ ദോഷിക്കുന്നവരുണ്ടല്ലോ, ഞായറാഴ്ച രാവിലെ ഒരു പോക്കവളെ ബാഗും തൂക്കി ഒരു പോക്കുണ്ട്. ഞാൻ ഇവിടെ വീട്ടിലുള്ള സമയത്ത് എനിക്ക് ആഹാരം വെച്ച് തരാളേന് ഒന്ന് മൈൻഡ് ചെയ്യാതെ ഒരു പോക്കാണ്. അതൊക്കെ ദോഷിക്കുന്നവരാണ്. നിന്നെ നോക്കി ദോഷിക്കുന്നവരുണ്ട്. നീ ആരാധനയ്ക്ക് ഇറങ്ങുമ്പോൾ നിനക്കെതിരെ ദോഷിക്കുന്നവരുണ്ട്, നിന്റെ കുറ്റം പറയുന്നുണ്ട്. മാനസാന്തരപ്പെടാൻ നിനക്ക് കഴിയാതെ ആരാധനയ്ക്കെതിരായിട്ട് നിൽക്കുന്നവരുണ്ട്. നിന്റെ ആരാധനയ്ക്ക് എതിരായിട്ട് ആര് നിൽക്കുമോ, പ്രാർത്ഥനയ്ക്കെതിരെ ആര് നിൽക്കുമോ, നിനക്ക് ആര് ശത്രുത്വത്തിൽ നിൽക്കുമോ അത് തിരിച്ചു കൊടുക്കും. ദൈവജനത്തിനെതിരായിട്ട്, തന്റെ മക്കൾക്കെതിരായിട്ട് ആര് നിൽക്കുമോ അവർക്ക് വേണ്ടി ഇതാ ദോഷങ്ങൾ വരുത്തുന്ന ദൈവം അവർക്കാ കൊടുക്കുന്നത്. മിസ്രൈമിന്റെ 10 ബാധകൾ അവർ ചോദിച്ചു വാങ്ങ്, ഏത് ബാധ അവർക്ക് വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുമ്പോൾ സ്തോത്രം പറയുമ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട് ആരാധിച്ചു വാഴണം. അല്ലാതെ മറ്റുള്ളവരെ നോക്കിയും ആമേ ഹല്ലേലൂയ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ല. ആത്മാർത്ഥമായിട്ട് ആരാധിച്ചാൽ ആത്മാർത്ഥമായ വിടുതൽ നിന്ന് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യനെ നോക്കിയല്ല, വ്യക്തിയെ നോക്കിയല്ല, ഇന്ന് നമ്മൾ മറ്റേത് യേശുവിനെ നോക്കി ആരാധിച്ചോളണം. വിടുതലെടുക്കേണ്ട സമയത്ത് വിടുതലെടുത്ത് തന്നെ പോകണം. അനുഗ്രഹം പ്രാപിക്കേണ്ട സമയത്ത് അനുഗ്രഹം പ്രാപിച്ച് തന്നെ പോകണം. ഹല്ലേലൂയ. എന്നാൽ എതിരാറ്റ് നിൽക്കുന്നവർ
നിനക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. അത് എവിടെയുണ്ട്? കുടുംബത്തിലുമുണ്ട്, സമൂഹത്തിലുണ്ട്, ദേശത്തിലുണ്ട്, നിന്റെ സഭയിലുണ്ട്, പോകുന്നിടത്തുണ്ട്. ചില എതിരായിട്ട് നിൽക്കുന്നവരുണ്ട്. എതിരായിട്ട് നിൽക്കുന്നവർക്ക് ദൈവം പണി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീ പണി കൊടുക്കണ്ട, നീ പണി കൊടുക്കണ്ട. അത് ദൈവം കൊടുത്തോളും. അത് ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഉറങ്ങാൻ പറ്റണില്ല, അവിടെ പേനാണ്, ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല, ചില പരുക്കൾ വരുന്നുണ്ട്, ചെന്ന് നോക്കാൻ പറ്റുന്നില്ല, വെട്ടുക്കൾ കയറുന്നുണ്ട്, വീട്ടിലത് കയറാൻ വയ്യ, തവള കയറുന്നുണ്ട്, അവിടെ ചെന്ന് നോക്കുമ്പോ കൽമഴ വരുന്നുണ്ട്, പല പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്. ഇന്ന് പ്രശ്നങ്ങൾ അതിക്രമിക്കുക. മനസ്സിലാക്കി, ദൈവജനത്തിനെതിരായിട്ട് ആര് നിന്നാലും, ദൈവത്തിനെതിരായിട്ട്, ദൈവ പൈതലിനെതിരായിട്ട്, ദൈവത്തിന്റെ ചട്ടങ്ങൾ അനുസരിക്കുന്നവർക്ക് വേണ്ടി പറയാ, അനുസരിക്കുന്നവനെ തകർക്കാൻ നിന്നാൾ ഫറവോനെ വിടത്തില്ല. നിന്റെ ജനത്തിന് സ്വസ്ഥത കൊടുക്കത്തില്ല. നിനക്ക് മാത്രമല്ല, നിന്റെ ജനത്തെയും എന്ത് ചെയ്യും? ദൈവം അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങോട്ട് നമ്മളായിട്ട് ഒന്നിനും പോകണ്ട. ഈ വചനം കേൾക്കാൻ പറഞ്ഞ എനിക്ക് എൻ്റെ യേശുവിനെ വേണം, ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും, ഞാൻ ഇന്ന് മുതൽ ജീവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി താഴ്ത്തി കൊടുത്തേ. എൻ്റെ കർത്താവ്, നിൻ്റെ രക്തം ഒന്ന് കഴുകി ശുദ്ധീകരിച്ച് എൻ്റെ കുറവുകളും പാപങ്ങളൊന്ന് ഏറ്റു പറഞ്ഞ് ആമേ നാവിനാദ്യം ശുദ്ധീകരിക്കണം. ഈ നാവാണ് അടിയുണ്ടാക്കി തരണത്, അല്ലേ? ചെന്ന് അനുഗ്രഹം വാതിക്കൽ നിൽക്കുക, വിടുതൽ വാതിക്കൽ നിൽക്കുക. വായിൽ ഈ നാവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിന്റെ ശരീരത്തിൽ പ്രശ്നം വന്നിട്ടല്ല, രോഗം വന്നിട്ടല്ല, ഇത് മനസ്സിലാവുന്നുണ്ടോ? ഒരു കഷ്ടത വന്നിട്ടല്ല യേശുവിനെ അറിയേണ്ടത്, ഒരു ബുദ്ധിമുട്ട് വന്നിട്ടല്ല. അതിനു മുമ്പേ നമ്മൾ ദൈവത്തെ അറിഞ്ഞ് യെഹെസ്കേൽ 18:32 വാക്യം, മരിക്കുന്നവന്റെ മരണത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. ദൈവവചനം എന്താ പറയുന്നത്? മരിക്കുന്നതിന്, മരണത്തിന് എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ മരിക്കുന്നതിന് എനിക്ക് ദൈവത്തിന് ഇഷ്ടമില്ല. നിങ്ങൾ ചാടിക്കറി ഒന്നും മരിക്കാൻ പോകരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് മരിച്ചാൽ മതിയേ എന്ന് പറയരുത്. എനിക്ക് ദൈവത്തിന് അത് ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് നിങ്ങൾ മരിക്കുന്നത്. സമയമാകുമ്പോൾ ദൈവം വിളിക്കും, ദൈവം കൊണ്ടുപോകും. അല്ല അഡ്വാൻസ് ആയിട്ട് എനിക്ക് മരിക്കണം പറയരുത്. അത് എനിക്ക് ഇഷ്ടമില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് നിങ്ങൾ മരിക്കുമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവിൻ. നിങ്ങൾ മനം തിരിയണം, മനസ്സ് തിരിയണം. പ്രശ്നം വന്നപ്പോ രണ്ടുപേരുണ്ടായിരുന്നു ബൈബിളിൽ. ആരായിരുന്നു? ഒന്ന് യൂദ ഉണ്ടായിരുന്നു, ഒന്ന് പത്രോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരാള് മനം തിരിഞ്ഞു, ഒന്നാള് മനം തിരിഞ്ഞില്ല, ഒരാള് മരത്തിൽ കയറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടുപേരും ഒരുപോലെ ദൈവം നിന്നവരാ, കർത്താവിന്റെ ശിഷ്യന്മാരാണ്. പക്ഷെ ഒരാൾ എന്ത് ചെയ്തു? യേശുവിനെ ഒറ്റി കൊടുത്തു. 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റി കൊടുത്തു. അവസാനം ഇതെല്ലാം വാങ്ങിച്ച് വന്നിട്ട് പോലും പക്ഷെ അവിടെ വന്ന് പറഞ്ഞു, എൻ്റെ ദൈവത്തിന് തെറ്റാണ്. ആ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നു. അവനവിടുന്ന് ഈ 30 വെള്ളിക്കാശ് കൊണ്ടുവന്ന് ഒരു നിലം വാങ്ങിച്ചു. രക്തമെന്നുള്ള നിലത്തിൽ നിലം വാങ്ങിച്ചു. പക്ഷേ ആ പണത്തെ വലിച്ചെറിയേണ്ടി വന്നു. പക്ഷെ അത് സഹിക്കാൻ പറ്റിയില്ല. അവൻ മരത്തിൽ കയറി തൂങ്ങുവാനിടന്നു. ആ യൂദ എന്ത് ചെയ്തു? മരത്തിൽ തൂങ്ങിയപ്പോൾ വീണു, അവൻ്റെ ശരീരം പിളർക്കപ്പെട്ടു. അതാ മനത്തിന് ഒരാളാണ്. പത്രോസ് ആണെങ്കിലോ ദൈവത്തെ തള്ളി പറഞ്ഞ ആളാണ്. ദൈവത്തെ തള്ളി പറഞ്ഞു, അറിയത്തില്ല എന്ന് പറഞ്ഞു, യേശുവിനെ പ്രാപിയ ആളാണ്. പക്ഷേ ആ പത്രോസ് കർത്താവിന് മുമ്പിൽ മനം തിരിഞ്ഞു. എനിക്ക് തെറ്റ് പറ്റി. നമ്മൾ ആരുടെ പക്ഷത്തിലാണ്? പത്രോസിന്റെ പക്ഷത്തിലാണോ യൂദയുടെ പക്ഷത്തിലാണോ? പത്രോസിന്റെ പക്ഷത്തുള്ളവർ മനം തിരിഞ്ഞു. പക്ഷേ യൂദയുടെ പക്ഷത്തുള്ളവർ മനം തിരിഞ്ഞില്ല. ഇന്ന് നമ്മൾ
പത്രോസിന്റെ പക്ഷത്തിൽ വന്ന് മനം തിരിയണം. ഒരു മാനസാന്തരം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, മനസ്സ് തിരിയണം, മനം തിരിയണം. ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് നിന്റെ കുറവുകളെ, പാപങ്ങളെയും ബലഹീനതകളെയും ഏറ്റുപറഞ്ഞ് നീ മാനസാന്തരപ്പെടണം, മനസ്സ് തിരിയണം. ഈ വചനം കേൾക്കുമ്പോ പറയുന്നു, നിന്റെ മനസ്സ് മാറണം. തെറ്റുകൾ വരാം, കുറ്റങ്ങൾ വരാം, നിനക്ക് വിടുതലെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിനക്കെതിരായിട്ട് ദോഷങ്ങൾ വരാം. ഇന്ന് തെറ്റുകൾ തിരുത്തി പോകുവാനാ ദൈവം വിളിക്കുന്നത്. ആമേ ഹല മനസ്സ് തിരിയണം. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതിനെ കുറിച്ച് മനസ്സ് തിരിയണം, മനസ്സ് തിരിയണം. മനസ്സ് തിരിഞ്ഞാൽ മാത്രമേ അതൊരു അനുഗ്രഹമായി മാറത്തുള്ളൂ. ഇതാ നിന്റെ മനസ്സൊന്ന് ചേഞ്ച് ആവണം, മാനസാന്തരാകിയാൽ നിങ്ങൾ മനം തിരിയണം. ആരോട്ട് തിരിയണം? ആരിലേക്ക് തിരിയണം? യേശുവിലേക്ക് തിരിയണം. നിന്റെ മനസ്സ് മാറണം, യേശുവിലേക്ക് തിരിയണം. ഇപ്പോൾ നിന്റെ മനസ്സ് ആരംഭത്തിലാണ്, യൂദേരെ കൂട്ടത്താണ്. യൂദേരെ കൂട്ടത്തിൽ നിന്ന് മാറി പത്രോസിന്റെ പക്ഷത്ത് വന്ന് യേശുവിലേക്ക് നീ കയറുമെങ്കിൽ ഒരു വിടുതൽ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇന്ന് തെറ്റുകളും നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് പറഞ്ഞല്ല, ചെയ്യുന്ന കാര്യം ശരിയാണോ എന്ന് ദൈവത്തോട് ചോദിക്കണം. ആമേൻ. തെറ്റാണ്, ചെയ്തത് തെറ്റാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ വാങ്ങിയത് തെറ്റാണ്, എൻ്റെ യേശുവിനെ ഒറ്റ കൊടുത്തത് തെറ്റാണ്. നിന്റെ ദൈവദാസനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? നിന്റെ ദൈവദാസനെ ഒറ്റ കൊടുത്തിട്ടുണ്ടോ? തെറ്റാണ്. മനം തിരിയണം, മനം തിരിയണം. ഒരവസരം ഇതാ ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വചനമാണ്. ഇന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിന് എതിരായിട്ട് വിടുതലെടുക്കാൻ കഴിയാതെ, മുന്നേറാൻ കഴിയാതെ നീ ബന്ധിക്കപ്പെട്ടവനാണെങ്കിൽ ഇന്ന് മനസ്സ് തിരിയുമെങ്കിൽ ദൈവവും നിനക്ക് വേണ്ടി തിരിയും. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ. നമ്മൾ മനസ്സ് മാറാതെ ഒരിക്കലും ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ആദ്യം നമ്മളൊന്ന് നന്നാവണം. ഹല്ലേലൂയ. നമ്മൾ സ്വയം ഒന്ന് നന്നാവണം. നന്നായി നമ്മളെ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് പണിവാൻ നമ്മുടെ മനസ്സും ശരം ദേഹം ദേഹി ആത്മാവിനെ ഒന്ന് ദൈവകരങ്ങൾ കൊടുത്ത് ശുദ്ധീകരിച്ച്, എന്നാൽ കൂടെ നടന്നിട്ട് യേശുവിനെ കൊടുന്ന ശിഷ്യന്മാർ നോക്കുമ്പോൾ എന്ത് ചെയ്തു? പലപ്പോഴും ഇടർച്ചകൾ വന്നിട്ടുണ്ട്, പലപ്പോഴും പരാജയം വന്നിട്ടുണ്ട്. ഒരുവൻ ഏറ്റുപറയുമ്പോ, ഒരുവൻ ഒരു മരണത്തിലോട്ട് പോയപ്പോ, പക്ഷേ ജയിച്ചത് മരണം കൊണ്ടല്ല, മാനസാന്തരത്തിലൂടെ. പത്രോസ് ജയിച്ചപ്പോ ഒരുവൻ മരണം കൊണ്ട് എവിടെ നേടി? പാതാളം നേടി. പാതാളം നേടാനല്ല, സ്വർഗം നേടുവാനാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എടുത്തു ചാടി തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലും പോവില്ല, പാതാളത്തിലും പോവില്ല, ഇടയ്ക്കൊരു അനുഭവത്തിലോട്ട് പോകും. ഇന്നൊരു ചേഞ്ച് വരണം, ജീവിതത്തിലേക്ക് ചേഞ്ച് വരണം. നമ്മളെ ലക്ഷ്യം മറക്കരുത്, ഒരു നിത്യത ഓർക്കണം. ഇന്ന് കഷ്ടപ്പാട്, രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. ഇതിന്റെ ഇടയിലും നടുവിലും പറയണം, ഒരു നിത്യത എനിക്ക് വേണം. ഇതിനകത്ത് പറയുന്നു, ഒരു അശുദ്ധനും ഇതിനകത്ത് പ്രവേശിക്കത്തില്ല. അശുദ്ധനായിരിക്കുന്ന ഒരുവൻ വന്നു പറയുന്നത് പോഷത്വം പറയുന്നത് പുറത്ത് തന്നെ. വെളിപ്പാട് 22 വായിക്കാൻ പറയണം, പോഷത്വം പറയുന്നവർ, പോഷ് പറയുന്നവർ, കള്ളം പറയുന്നവർ. പോഷ്കിന്റെ അപ്പൻ ആരാണ്? പിശാചാണ്. ആ പിശാചിന് കഞ്ഞി വെക്കാൻ കൂടെ നടക്കരുത്. ഹല്ലേലൂയ. സാത്താന് നമ്മൾ ഒരിക്കലും അവന്റെ കൂടെ കഞ്ഞി വയ്ക്കാൻ പോകരുത്. അത് വിട്ട് മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. വിടേണ്ട വിട്ട് മടങ്ങി മാനസാന്തരപ്പെടണം. നമുക്ക് ദൈവഹിതമില്ലാത്തതിന് നമ്മൾ എടുത്ത് കളണം കുഞ്ഞ്. ദൈവഹിതമില്ലാത്തത് നമ്മൾ വിട്ടു വരണം. എവിടെയാണോ നിന്റെ ബലഹീനത, എവിടെയാണോ നിന്റെ പരാജയം, എവിടെയാണോ നിനക്ക് ഉയർച്ചയില്ലാതെ നിന്റെ പരാജയത്തെ കാണുന്നുണ്ടെന്ന് ആത്മാവിന് വിളിച്ചു പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനം തിരിയണം. ഇന്നൊരു മനം തിരിയുമ്പോൾ അതൊരു മാനസാന്തരത്തിലേക്ക് വരും. മാനസാന്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില നന്മകൾ നിനക്ക് ദൈവം തരും, നിന്നെ സൗഖ്യമാക്കി വരും. മിസ്രയിലെ ബാധകൾ നിന്റെ അടുക്കൽ വരത്തില്ല. മനം തിരിഞ്ഞില്ല എങ്കിൽ മിസ്രൈമിലെ 10 ബാധയും വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ചിലർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ചില സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചാടും. അവസാനം വലിയ പരാജയങ്ങൾ കൊണ്ട് നമ്മൾ ദൈവസഭയിൽ പോകുന്നു. ദൈവത്തെ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ദൈവം നോക്കിക്കോളും. അവിടെ എന്ത് മുളയ്ക്കണം, എന്ത് മുളയ്ക്കുന്നില്ല, അതെല്ലാം ദൈവത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മുളപ്പിക്കാനും വേണ്ട,
മുളയ്ക്കുന്നത് എടുക്കാനും പോണ്ട. നമ്മളൊന്ന് മുളയ്ക്കാൻ വേണ്ടി ആദ്യം നോക്കുക. ഈ വർഷം നമ്മളൊന്ന് മുളയ്ക്കണം. എനിക്കൊന്ന് ഉയരണമെന്ന്, എനിക്കൊന്ന് ഫലം കായ്ക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവൻ മുളയ്ക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കിയില്ല, എൻ്റെ കുടുംബം ഒന്ന് മുളയ്ക്കണമെന്ന് നോക്കിക്കോളാം. എൻ്റെ തലമുറകള് ഈ വർഷം മുളയ്ക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഈ വർഷം മുളയ്ക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇത് വാഗ്ദത്തത്തിന്റെ വചനത്തിലൂടെ കടന്നു പോവുകയാണ്. ആമേൻ. വാഗ്ദത്തത്തിന്റെ വചനത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ യെഹെസ്കേൽ 33:11 വാക്യം, 33:11 വാക്യം, എന്നാണ് ദുഷ്ടന്റെ മരണത്തിൽ അല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്ര എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരുവിൻ ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയുക. ആമേൻ. ഹല്ലേലൂയ. എന്നാണ് ദൈവത്തെ കുറിച്ച് പറയാ. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നത് അത്രേ എനിക്കിഷ്ടം. ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ കുറിച്ച് പറയും. എന്നാണ് ദുഷ്ടന്റെ മരണത്തിൽ അല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നത് അത്രേ എനിക്കിഷ്ടം. ദൈവത്തിന് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിവിൻ. ഇസ്രായേലേ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. മരുഭൂമിയിൽ വെച്ച് ഞങ്ങളിവിടെ മരിച്ചു പോകും. വെള്ളമില്ല, ഭക്ഷണമില്ല എന്നുള്ള ആ നിലവിട മധ്യയാണ് ദുർമാർഗം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം എന്തു പറ്റി? ദൈവത്തിന് എതിരായിട്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ദൈവത്തിനെതിരായിട്ട് ഉണ്ടാക്കണം മാത്രമല്ല, ദൈവത്തിനായിട്ട് പറയുന്നതും ദൈവപ്രവൃത്തിയായിട്ട് മാറും. ഇന്ന് പലരും ഉണ്ടാക്കുന്ന ചില കാര്യത്തിൽ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഒരു സാമ്പാർ വയ്ക്കാൻ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒരുപാട് സാധനം വാങ്ങിക്കണം. പക്ഷേ അതിനെ പൊളിച്ചെടുക്കാൻ പറഞ്ഞാൽ ഒറ്റ സെക്കൻഡ് മതി. ഒരു കിലോ സാമ്പാറെടുത്ത് വെളിയിലോട്ട് വീഴ്ത്താൻ പറഞ്ഞാൽ ഒറ്റ സെക്കൻഡ് മതി. ഒരു വീട് വയ്ക്കാൻ പറഞ്ഞാൽ ഒരുപാട് പാടാണ്. ചിലപ്പോൾ 6 മാസം വരെ എടുക്കും. പക്ഷെ ആ ഒരു സഹോദരനോട് പറയാണ്, നീ ഇത് ഒറ്റ സെക്കൻഡ് ഇടിക്കാൻ പറഞ്ഞാൽ അവർ JCB വിളിച്ചിട്ട് വന്നിട്ട് ഒറ്റ സെക്കൻഡിന് ഇടിക്കും. ഇടിക്കുവാൻ എളുപ്പമാണ്, പണിയുവാൻ ഭയങ്കര പാടാണ്. ആത്മീയയിൽ പണിയുവാൻ ഭയങ്കര പാടാണ്. പക്ഷെ നശിപ്പിക്കുവാൻ 1 സെക്കൻഡ് മതി. ഈ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒരു വീട് പണിയുവാൻ ചില 6 മാസവും 6 വർഷവും എടുത്തിരിക്കും. പക്ഷെ നിങ്ങൾ 6 വർഷം കൊണ്ട് പണിയുന്ന, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് പണിയുന്ന വീട്, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പണിയുന്ന വീട് നിങ്ങൾക്ക് 1 മണിക്കൂർ ഇടിച്ചു നിർത്താൻ പറ്റും. 1 മണിക്കൂർ വേണ്ട. ഇപ്പോഴത്തെ കണ്ടുപിടുത്തത്തിൽ ഒരു ഒറ്റ ബോംബ് അതിനകത്ത് വെച്ചാൽ മതി, എല്ലാം കൂടെ ഠും എന്ന് പറയൊറ്റ പോക്ക്. പക്ഷെ എത്ര സെക്കൻഡ്, എത്ര മണിക്കൂർ, എത്ര ദിവസം കൊണ്ട് കഷ്ടപ്പെട്ടത്! ഇത്രയും ദിവസം കരഞ്ഞും നിലവിളിച്ചും 7 ദിവസം ഉപവസിച്ചതും 21 ദിവസം ഉപവസിച്ചതും 41, 46 ദിവസം ഉപവസിച്ചതും ആമേ രാത്രിയും പകലും പ്രാർത്ഥിച്ചതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് കളയാനാണോ? രാത്രി ഇന്നില്ല, ഉറക്കം കളഞ്ഞ് മൊത്തത്തിലെ പ്രാർത്ഥന. പക്ഷേ എവിടെയൊക്കെയോ ദുർമാർഗത്തിലൂടെ ഇസ്രായേൽ ജനം വഴിതെറ്റി വീണു. മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിച്ചാൽ അത്രേ എനിക്കിഷ്ടം ഉള്ളത്. യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയണം. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? നിങ്ങൾ ദുർമാർഗം വിട്ടു തിരിഞ്ഞാൽ മതി, മരിക്കണ്ട. നിങ്ങളോട് പിണങ്ങുമ്പോൾ നിങ്ങൾ ചെന്ന് ആത്മഹത്യക്ക് പോകണ്ട. നിങ്ങൾ സ്നേഹിക്കുന്നവർ വെറുക്കുമ്പോൾ ആത്മഹത്യക്കോട് പോകണ്ട. പക്ഷെ നിങ്ങൾ ദുർമാർഗം വിട്ട് ചെയ്ത തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഇന്ന് മാനസാന്തരപ്പെടുമെങ്കിൽ തെറ്റുകളെ ഏറ്റുപറയും. കർത്താവേ, എനിക്ക് തെറ്റ് പറ്റിയപ്പ. ഒരു മുടിയനായ പുത്രൻ പറഞ്ഞു, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു പോയി, എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ കൃപ ഇന്ന് പ്രാപിക്കുമോ? മനം തിരിയണം. ഒരു വ്യക്തിക്ക് വേണ്ടതാണ് മനസ്സ് മാറണം. സത്യവചനം കേൾക്കുമ്പോൾ മനസ്സ് മാറണം. ഈ വചനങ്ങൾ അദ്ദേഹം അനുഗ്രഹം നിമിഷം കണ്ടൊക്കെ പ്രാർത്ഥിക്കാം. നിത്യ പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതം അനുഗ്രഹിച്ചതായ സ്തോത്രം കർത്താവേ, ഈ ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനം മാറയെ മധുരമാക്കുന്ന ദൈവമേ, ഗർഭനാശം വന്നത് ചീത്തയായതിനെ പുതിയ തളികയിൽ എലിശാ പ്രവാചകൻ പറഞ്ഞു, പുതിയ തളികയിൽ വന്ന് ഉപ്പിട്ടപ്പോൾ ആ ഗർഭനാശം മാറിയതുപോലെ
ഇന്ന് പുതിയതാക്കി മാറ്റുന്നു. ഉപ്പിടുമ്പോൾ വചനമെന്ന ഉപ്പ്, ഇന്ന് വചനമെന്ന ഉപ്പ് പലയിടത്ത് വീഴുമ്പോൾ അവിടെ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നതിനായ സ്തോത്രം. കയ്പുള്ളതിനെ, ഇന്ന് കയ്പായ ജീവിതത്തെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനെ ഞങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ മധുരമാക്കി തീർക്കുന്നുണ്ട്. ജീവിതങ്ങൾ ഇന്നു മുതൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഐക്യമത്യപ്പെടുന്നില്ല, ഒരുമനപ്പെടുന്നില്ല, അസ്വസ്ഥപ്പെടുന്ന അസമാധാനങ്ങളെ ദൈവം എടുത്ത് മാറ്റുന്നുണ്ട്. കുടുംബത്തിനകത്ത് അസമാധാനങ്ങളെ ദൈവം എടുത്ത് മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവകരങ്ങൾ കൊടുക്ക്, നിന്റെ കുടുംബത്തെ ദൈവകരങ്ങൾ കൊടുക്ക്, യേശുവിന്റെ കയ്യിൽ കൊടുക്ക്. പൂർണ്ണമായി ദൈവ പണിക തന്നെ ചെയ്യും. അസമാധാനം ഓടിപ്പോകുന്നതല്ല, പ്രയാസങ്ങൾ ഓടിപ്പോകുന്നതല്ല. അവിടെ നിന്ന് പറ, എന്നെ ജയിപ്പിക്കുന്ന ഒരു യേശു ഉണ്ട്. മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ഒരു യേശു എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ മഹത്വം കൊടുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവ സമർത്ഥം അനുഗ്രഹിക്കണമേ. ഈ വചനങ്ങളാൽ തന്റെ മക്കളെ വഴി നടത്തണമേ. ഈ വചനങ്ങളാൽ തന്റെ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും